ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങുവാണ്. അതിൽ ആദ്യം സെക്ഷൻ 1 ആണ്. ഏതൊരു ലോയുടെയും ഏതൊരു ആക്ടിന്റെയും സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ആ ആക്ടിന്റെ പേരെന്താണ്, അത് എന്നാണ് നിലവിൽ വന്നത്, അതിന് ഏതുവരെ റേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഏതുവരെ വ്യാപ്തി ഉണ്ട്. എല്ലാ ആക്ടിന്റെയും സെക്ഷൻ 1 അങ്ങനെയാണ്. അതായത് നെയിം, സ്കോപ്പ് ആൻഡ് എക്സ്റ്റെന്റ് ആൻഡ് കമൻസ്മെന്റ്. പേരെന്താണ്, എന്നാണ് നിലവിൽ വന്നത്, അതിന് ഏതുവരെ റേഞ്ച് ഉണ്ട്. ഇതാണ് എല്ലാ ആക്ടിന്റെയും സെക്ഷൻ 1. ഇൻകം ടാക്സ് ആക്ടിന്റെയും സെക്ഷൻ 1 അതാണ്, നെയിം, എക്സ്റ്റെന്റ് ആൻഡ് കമൻസ്മെന്റ്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ നിയമത്തിന്റെ പേര് ആദായ നികുതി നിയമം 1961 എന്നാണ്. ഇത് 1961 ഫസ്റ്റ് ഏപ്രിലാണ് നിലവിൽ വന്നത്. ഇതിന് ഇന്ത്യ മൊത്തം ബാധകമാണ്. ഇന്ത്യയിൽ മൊത്തം ഇത് ആപ്ലിക്കബിൾ ആണ്. ഇതാണ് സെക്ഷൻ 1 പറയുന്നത്. ദിസ് ആക്ട് നോൺ ആസ് ഇൻകം ടാക്സ് ആക്ട് 1961. It came into force on 1st April 1961 and it extends to whole of India. ഇത് ഇന്ത്യ മൊത്തം ബാധകമാണ് എന്നാണ്. ഇതാണ് സെക്ഷൻ 1 പറയുന്നത്. അപ്പൊ ഈ സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന ഇന്ത്യ എന്നുള്ള വേർഡിന്റെ അർത്ഥമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. So this act known as Income Tax Act 1961, it extends to whole of India. So what do you mean by India? ഇപ്പൊ ഏതൊരു ആക്ടിനകത്തും ആ നിയമം ഏതുവരെ വ്യാപ്തിയുണ്ട്, ഏതുവരെ ആപ്ലിക്കബിൾ എന്ന് പറയുമ്പോൾ ആ ഇന്ത്യ എന്നുള്ള വേർഡിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്ത്യ എന്നൊരു വേർഡ് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ആ ഡെഫിനിഷനാണ് ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലം 2 ആണ്, സെക്ഷൻ 2 ആണ്. മിക്കവാറും ആക്ടുകൾ അങ്ങനെയാണ്. ചില ആക്ടുകളിൽ സെക്ഷൻ 3 ഡെഫിനിഷൻ വരാറുണ്ട്. ഇൻകം ടാക്സ് ആക്ടിലും ഈവൻ GST സെക്ഷൻ 2 ഡെഫിനിഷൻ വരുന്നത്. അതങ്ങനെ അതൊരു കോമൺ കൺസെപ്റ്റ് ആണ്. ഒരു നിയമത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സുപ്രധാനമായ വാക്കുകൾ അതിന്റെ സെക്ഷൻ 2 ഡിഫൈൻ ചെയ്യും. കാരണം അത് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് സൗകര്യമുള്ള രീതിയിൽ വളച്ചൊടിക്കുന്ന രീതിയിൽ അവരുടെ അർത്ഥം കൊണ്ടുവരും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ, ലിറ്റിഗേഷൻ ഉണ്ടാവാതിരിക്കാൻ വ്യക്തതയ്ക്ക് വേണ്ടി ആക്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വേർഡുകൾ ഡിഫൈൻ ചെയ്യും. അത് 2 അപ്പൊ ഇൻകം ടാക്സിലെ 2 കുറച്ചധികം ഡെഫിനിഷൻ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കണം. ഓരോ ചാപ്റ്ററിലും കുറേശ്ശെ ഡെഫിനിഷൻസ് കവർ ചെയ്യും. അല്ലാതെ ഡെഫിനിഷൻ മാത്രം പഠിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. 120-ലധികം ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ ഡെഫിനിഷൻ പഠിക്കുക. അപ്പൊ ഇപ്പൊ ആദ്യം പഠിക്കാൻ പോകുന്ന ഡെഫിനിഷൻ ഇന്ത്യയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 25A ഇന്ത്യ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇന്ത്യയുടെ ഡെഫിനിഷൻ പഠിക്കുന്നത്? ഇന്ത്യയിൽ മൊത്തം ഈ നിയമം ബാധകം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്താണ് ഇന്ത്യ എന്ന് അറിയണമല്ലോ. അപ്പൊ ഇന്ത്യയുടെ ഡെഫിനിഷൻ അവർ പറയുന്നത് മൊത്തം 4 പാർട്ടായിട്ടാണ്. അല്ല, ആദ്യത്തെ പാർട്ടി പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 1 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്ത്യ, അതാണ് ഡെഫിനിഷന്റെ ഫസ്റ്റ് പാർട്ട്. അത് മാത്രമല്ല, വേറെ ഉണ്ട്. അപ്പം ആർട്ടിക്കിൾ 1 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ എന്തുവാ? ആർട്ടിക്കിൾ 1 പോയി നമ്മൾ വായിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേരുന്നതാണ് ഇന്ത്യ. 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേരുന്നതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പിൽ കാണുന്ന ഇന്ത്യ. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അപ്പൊ മാഹി, പോണ്ടിച്ചേരി, പിന്നെ ദാദ്ര നഗർ, പിന്നെ ഡൽഹി, അപ്പൊ അങ്ങനെ നമുക്ക് ചണ്ഡീഗഡ്, അപ്പൊ ഇങ്ങനെ കുറച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ആ കേന്ദ്രഭരണ പ്രദേശങ്ങളും പിന്നെ ബാക്കി സംസ്ഥാനങ്ങളും ചേരുന്നതാണ് ഇന്ത്യ. മാപ്പിൽ കാണുന്ന ഇന്ത്യ, ഇതാണ് ഇന്ത്യ. കുഴപ്പമുണ്ടോ? മാപ്പിൽ കാണുന്ന ഇന്ത്യ മൊത്തം ഇന്ത്യ എന്ന് പറയാൻ പറ്റൂല. മാപ്പിൽ കാണുന്ന പോലെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ മേളിലത്തെ ഭാഗത്ത് ഇങ്ങനെ പോണ സ്ഥലമൊന്നും മാപ്പിൽ കണ്ടിട്ടൊന്നും പോകാൻ പറ്റൂല. അതൊക്കെ പാകിസ്ഥാനിലാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഇപ്പുറം വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ ലാസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി നിൽക്കുന്നത് അവിടെ നിന്നും ശരിക്കും പറഞ്ഞ 1-2 കിലോമീറ്റർ അപ്പുറത്തൂടെയാണ് ശരിക്കും ആ മാപ്പിൽ കാണുന്ന പ്രോപ്പർ ലൈൻ പോകുന്നത്. അപ്പൊ അതൊരു ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് അങ്ങനെ വരച്ച് വെച്ചിരിക്കണമെന്നുള്ളൂ. കാരണം പണ്ടേയുള്ള ഭംഗിയുണ്ടല്ലോ, അങ്ങനെ ആ ഒരു വര കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റാതെ വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പാക് ഒക്കുമ്പേട് കാശ്മീരിൽ കൂടെയാണ് ആ ലൈനൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പാസ്സായിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോകണം. അപ്പൊ ഞാൻ പോയിട്ടുണ്ട്, നല്ല രസമാണ്. ഈ പറഞ്ഞ ലഡാക്കിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ലഡാക്കിന്റെ ലാസ്റ്റ് വില്ലേജിലൊക്കെ പോയി നമുക്ക് അപ്പൊ കാണാം. തൊട്ടപ്പുറത്തെ പാകിസ്ഥാനിലെ വില്ലേജ് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. അപ്പോ നല്ല രസമാണ്. അപ്പൊ നമുക്ക് ഈ മാപ്പിൽ കാണുന്നതല്ല സത്യം, ബാക്കിയുള്ള ഏരിയ ഒക്കെ കറക്റ്റാ. ആ ഏരിയ വരുമ്പോൾ മുകളിൽ നമ്മുടെ ആ ടോപ്പിൽ ഡൽഹി കഴിഞ്ഞിട്ടുള്ള ഈവൻ ഹിമാചൽ പ്രദേശും കുഴപ്പമില്ല. അപ്പുറത്ത് കാശ്മീരിന്റെ സൈഡും ലഡാക്കിന്റെ സൈഡും എത്തുമ്പോൾ അങ്ങനെ അല്ല. കാരണം കുറച്ച് ഭാഗങ്ങൾ മറ്റവരുടെ കസ്റ്റഡിയിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേരുന്നതാണ് ഇന്ത്യയുടെ ഡെഫിനിഷന്റെ ഫസ്റ്റ് പാർട്ട്. ഇന്ത്യയുടെ ഡെഫിനിഷന്റെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ 3 വശത്തും കടലാണല്ലോ. 3 വശത്തും കടലല്ലയോ? അല്ലടേ, ആ 3 ഭാഗത്തെ കടലാണ്.
അപ്പൊ ഈ കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരുന്ന ഡിസ്റ്റൻസ്, ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.86 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. സമുദ്രത്തിലെ ഡിസ്റ്റൻസിനെ നോട്ടിക്കൽ മൈലാണ് പറയുന്നത്. അപ്പൊ ഏതാണ്ട് 2.5 കിലോമീറ്ററിലധികം വരും ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ. അപ്പൊ 24 നോട്ടിക്കൽ മൈല് ദൂരം വരുന്ന കടലിലെ ഡിസ്റ്റൻസ്, അതായത് ലാൻഡ് എൻഡ് ചെയ്യുന്ന സ്ഥലത്തും, ഈ ലാൻഡ് എൻഡ് ചെയ്യുന്ന സ്ഥലത്തിന് ബേസ് ലൈൻ എന്നാണ് പറയുന്നത്, ബേസ് ലൈൻ. അപ്പൊ ബേസ് ലൈനിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരുന്ന ദൂരം അത് ഇന്ത്യ ആയിട്ട് കണക്കാക്കണമെന്ന് വെച്ചാൽ അത്രയും കടൽ ഇന്ത്യ ആണെന്ന്. ആ 12 നോട്ടിക്കൽ മൈൽ ദൂരം ഡിസ്റ്റൻസിലെ കടൽ ഇന്ത്യയുടേതാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും അവിടെ ബാധകമാണ്. അത് ഇന്ത്യക്ക് തുല്യമാണ്. 12 നോട്ടിക്കൽ മൈൽ ദൂരം കടൽ, അതിനെ വിളിക്കുന്ന ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്റർനാഷണലി എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതാത് രാജ്യങ്ങളിലെ ലാൻഡ്, കരയോട് ചേർന്ന് കിടക്കുന്ന കടലില് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ആ രാജ്യത്തിന്റെയാണ്. ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. അതേപോലെ ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ 12 നോട്ടിക്കൽ മൈൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എന്താ? ഈ പറയുന്ന 12 നോട്ടിക്കൽ മൈൽ ദൂരം ടെറിട്ടോറിയൽ വാട്ടേഴ്സിനകത്ത് ഒരാൾ എന്തെങ്കിലും ആക്ടിവിറ്റി നടത്തി ഇൻകം കിട്ടിയാൽ ഇൻകം ടാക്സ് ഇന്ത്യയെ കൊടുക്കേണ്ടി വരും. അൾട്ടിമേറ്റ്ലി പഠിക്കണം അതിനാണല്ലോ. എന്തിനായി ഡെഫിനിഷൻ പഠിക്കണേ? ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് ഇവിടെ ബാധകമാണ്. ഓക്കെ, അത് എവിടെയൊക്കെ ബാധകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഏരിയ നീട്ടുന്ന എനിക്ക് ഇത്ര ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് പഠിക്കേണ്ട റീസൺ ഇതാണ്. അപ്പൊ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ ആരെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തു, ഇൻകം കിട്ടി, ടാക്സ് കൊടുക്കേണ്ടി വരും. ഇൻകം ടാക്സ് ആപ്ലിക്കബിൾ ആണ്. ഇനി ഡെഫിനിഷന്റെ 3ാമത്തെ പാർട്ടിൽ പറയുന്നത് ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ ശരിക്കുള്ള മീനിങ് എന്ന് വെച്ചാൽ വെള്ളം എന്നാണ്. ടെറിട്ടോറിയൽ വെള്ളം, അതിരുകളിലെ വെള്ളം എന്നാണ്. കടലിലെ സീ വാട്ടർ എന്നാണ്. അപ്പൊ ഈ വെള്ളം എന്ന് പറയുമ്പോൾ മിക്കവാറും വക്കീലന്മാര് വാദിക്കും ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വാട്ടേഴ്സിന്റെ അടിയിലോട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, മുകളിലോട്ട് ആകാശത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അവിടെ ഈ ആകാശത്തും വെള്ളത്തിന്റെ അടിയിലും ഇൻകം കിട്ടിയ ടാക്സ് കൊടുക്കണ്ടെന്നൊക്കെ വാദിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് അവർ ഡെഫിനിഷൻ ഉണ്ടാക്കിയപ്പോൾ വ്യക്തമായി പറഞ്ഞു ടെറിട്ടോറിയൽ വാട്ടേഴ്സ് മാത്രമല്ല, ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ നേരെ മുകളിലോട്ടുള്ള വിശാലമായ ആകാശം, ആ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ അത്രയും ഇതിലുള്ള മുകളിലോട്ടുള്ള ആകാശം ഇന്ത്യയുടേതാണ്. അപ്പൊ ആ എയർ സ്പേസിൽ എന്തെങ്കിലും, ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ മുകളിലുള്ള എയർ സ്പേസിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് ഇൻകം കിട്ടിയാലും ടാക്സ് കൊടുക്കേണ്ടി വരും. 2, ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ താഴോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ സീ ബെഡ് എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിത്തട്ട്. പിന്നെ സീ ബെഡിനെ വീണ്ടും കുഴിച്ചാൽ അതിന്റെ അടിയിലോട്ട് സബ് സോയില്, അവിടെ ഒരുപാട് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പല പര്യവേഷണങ്ങളും പല എന്റർടൈൻമെന്റ് പരിപാടികളും മൈനിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് ടാക്സ് കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ അടിയിലുള്ള സീബഡ് ഇന്ത്യയാണ്, സീബഡിന്റെ അടിയിലുള്ള സബ് സോയിലും ഇന്ത്യയാണ്. ഇത് ഡെഫിനിഷന്റെ 3ാമത്തെ പാർട്ട്. ഡെഫിനിഷന്റെ 4ാമത്തെ പാർട്ടി പറയുന്നത് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് 12 നോട്ടിക്കൽ മൈൽ ദൂരമാണല്ലോ ഉള്ളത്. അത് കഴിഞ്ഞിട്ടും കടലിങ്ങനെ വിശാലമായി കിടക്കുകയാണ്. അപ്പോൾ 1976 ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കി. അതും ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തൊരു കൺസെപ്റ്റാണ്. അതാത് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ബൗണ്ടറിയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ ദൂരം വരെയുള്ള കടലിന്റെ ഏരിയയെ ആ രാജ്യത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കാം. അവരുടെ നിയമങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാം. പക്ഷേ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് പോലെ എല്ലാ നിയമങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സെലക്ടഡ് ആയിട്ടുള്ള നിയമങ്ങൾ, ഫോർ എക്സാമ്പിൾ മൈനിങ് ഓഫ് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഫിഷിംഗ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ആ രാജ്യങ്ങളുടെ നിയമങ്ങളെ 200 നോട്ടിക്കൽ മൈൽ ദൂരം വരെ ഡിസ്റ്റൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ സംബന്ധിച്ചത് പ്രകാരം 1976 ഇന്ത്യ ഒരു നിയമം ഉണ്ടാക്കി. ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, കോണ്ടിനെന്റൽ ഷെൽഫ് ആൻഡ് അതർ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആൻഡ് മാരിടൈം സോൺസ് ആക്ട് 1976 എന്നൊരു നിയമം ഉണ്ടാക്കി. ആ നിയമപ്രകാരം ഇന്ത്യയുടെ ബൗണ്ടറി എൻഡ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കടലിലേക്കുള്ള 200 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യും. അതും ഇന്ത്യയുടെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 200 നോട്ടിക്കൽ മൈൽ ദൂരത്തിനകത്തുള്ള നോട്ടിഫൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ റിലയൻസ് പോലുള്ള കമ്പനികൾ ഈ പറഞ്ഞ നോട്ടിക്കൽ മൈലിലാണ് പെട്രോളിയം കുഴിച്ചെടുക്കുന്നത്. അപ്പൊ ആ കുഴിച്ചെടുക്കുന്ന പെട്രോളിയത്തിൽ നിന്നുള്ള വരുമാനത്തിന് ടാക്സ് അടിക്കണമെങ്കിൽ അതിനെ ഡെഫിനിഷനിൽ കൊണ്ടുവന്നേ പറ്റൂ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നോട്ടിഫൈ ചെയ്യുന്ന ഏരിയ വിളിക്കുന്ന പേര് കോണ്ടിനെന്റൽ ഷെൽഫ് എന്നാണ്. കോണ്ടിനെന്റൽ തീരം അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ, ഇങ്ങനെ 2 പേരുണ്ട്. രണ്ടും മോർ ഓർ ലെസ് സെയിം തന്നെയാണ്, സിനോണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന പേരുകളാണ്. കോണ്ടിനെന്റൽ ഷെൽഫ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ. അപ്പോ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, 12 നോട്ടിക്കൽ മൈൽ ദൂരം കടൽ മൊത്തം ഇന്ത്യയാണ്. അതിനകത്ത് നോട്ടിഫിക്കേഷൻ ഏരിയ ഒന്നും വേണ്ട, മൊത്തം ഓട്ടോമാറ്റിക്കലി 12 നോട്ടിക്കൽ മൈൽ ദൂരം കടലും ഇന്ത്യയാണ്. പക്ഷേ ഈ 200 നോട്ടിക്കൽ മൈൽ ദൂരം വരെ വരുന്ന ആ കോണ്ടിനെന്റൽ ഷെൽഫ് ആൻഡ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കലി മൊത്തം 200 നോട്ടിക്കൽ മൈൽ ഇന്ത്യ അല്ല. അതിനകത്ത് ഈ പറയുന്ന ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലങ്ങളെ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യണം. അങ്ങനെ നോട്ടിഫൈ ചെയ്യുന്ന ആ ഏരിയകൾ മാത്രം
ഇന്ത്യയുടെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ അവിടെ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഇതാണ് ഇന്ത്യയുടെ ഡെഫിനിഷൻ. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയ്ക്ക് ഡിഫൈൻ ഇന്ത്യ എന്ന് ചോദിക്കാറില്ല. പണ്ട് ചോദിക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല. ഇനി അതല്ല ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ 4 പോയിന്റ് വന്നാൽ അവർ മാർക്ക് തരും. അപ്പൊ പ്രധാനപ്പെട്ട 4 പോയിന്റ് ആണ്. ഇന്ത്യ മീൻസ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആസ് പെർ ആർട്ടിക്കിൾ 1 of the Indian Constitution, the territorial waters of India which may be extended to maximum 12 nautical mile from the landmass of India. India also includes the continental shelf and exclusive economic zone which may be extended to maximum 200 nautical mile from the landmass of India. India also includes the airspace above territorial waters, seabed underlying territorial waters and subsoil underlying seabed. Okay, ഇതാണ് ഇന്ത്യയുടെ ഡെഫിനിഷൻ. ഇതേ ഡെഫിനിഷൻ തന്നെയാണ് അപ്പുറത്ത് GST നിയമത്തിനകത്തും പറഞ്ഞിരിക്കുന്നത്. GST-ക്കകത്തും CGST ആക്ട് 2017 സെക്ഷൻ 2 ഇന്ത്യ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെയിം ഡെഫിനിഷൻ ആണ്. അവിടെ GSTയും ഇതെല്ലാം അടുത്തും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇത് രണ്ടിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഡെഫിനിഷനാണ്. ഒരേ ഡെഫിനിഷനാണ് രണ്ട് സ്ഥലത്തും, ഇന്ത്യ. അപ്പോ സെക്ഷൻ 1 ഇൻകം ടാക്സ് ആക്ട് എക്സ്റ്റെൻസ് ടു ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മീനിങ് നമ്മളിതാ പഠിച്ചു. സെക്ഷൻ 2 സബ്സെക്ഷൻ 25A ഇന്ത്യ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇവിടെ കുഴപ്പമുണ്ടോ? ഈ ഡെഫിനിഷൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ കുത്തിയിരുന്ന് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 4 പോയിന്റ് ഓർത്തിരിക്കുക. ചോദിക്കുവാണെങ്കിൽ എഴുതാൻ വേണ്ടി 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ടെറിട്ടറി ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, കോണ്ടിനെന്റൽ ഷെൽഫ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, എയർ സ്പേസും സീബെഡും എബോവ് ആൻഡ് ബിലോ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കഴിഞ്ഞു. ഈ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 1 കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷൻ ആണല്ലോ ഡെഫിനിഷൻ. അതിലൊരു ഡെഫിനിഷനാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അപ്പൊ സെക്ഷൻ 2 ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറെ കുറച്ച് ഡെഫിനിഷൻസും കൂടി അറിയണം. അപ്പൊ അതില് അടുത്ത ഡെഫിനിഷൻ ആണ് പേഴ്സൺ. ഇൻകം ടാക്സ് ആക്ടിനകത്ത് ആരാണ് വ്യക്തി? പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഴ്സൺ. അപ്പൊ ഇൻകം ടാക്സിനകത്ത് വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ് ഇൻകം ഏൺ ചെയ്യുന്നത്? ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തിയാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ആ വ്യക്തികൾ ആരൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാന്നുള്ള എല്ലാവരെയും അവിടെ നേരത്തെ വെച്ചാൽ അതേപോലെ വ്യക്തിയായി. വ്യക്തികൾ ആരൊക്കെ? സെക്ഷൻ 2 സബ്സെക്ഷൻ 31. നമ്പർ 1 ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. ഓക്കെ, ഇൻഡിവിജ്വൽ. അതിനകത്ത് ആരൊക്കെ വരാം? ഞാൻ നേരത്തെ പറഞ്ഞ മെയില്, ഫീമെയില്, ട്രാൻസ്ജെൻഡർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ വരാം. അതാണ് ഇൻഡിവിജ്വൽ. 2 HUF. HUF എന്ന് പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. നമ്മുടെ ഇവിടെ വളരെ റെയർ ആണ്. നോർത്തിലൊക്കെയാണ് ഈ കൺസെപ്റ്റ് വളരെ കൂടുതലായിട്ടുള്ളത്. ഒരു ഫാമിലി ഉണ്ടാവും. ആ ഫാമിലിക്കകത്തുള്ള ബ്രദേഴ്സ് ആയിരിക്കും ആ ഫാമിലിയുടെ പിന്നെ ഓണേഴ്സ്. അതിൽ ഏറ്റവും മൂത്ത ബ്രദറിനെ കർത്ത എന്ന് വിളിക്കും. ഏറ്റവും സീനിയർ അഡൾട്ട് മെയിൽ മെമ്പർ, അയാളെ കർത്ത എന്ന് വിളിക്കും. അയാളായിരിക്കും മൊത്തം നിയന്ത്രിക്കുക. അയാളും അയാളുടെ സഹോദരന്മാരും അവരുടെ ഫാമിലിയും കൂടെ ചേർന്ന് ഒറ്റ ബിസിനസ് ചെയ്യും. ഒന്നോ അതിലധികം ബിസിനസ് ചെയ്യും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഇൻകത്തിനെ ഒരു വ്യക്തിയുടെ ഇൻകമായിട്ടല്ല അസസ് ചെയ്യുന്നത്, പകരം ഈ HUF ഫാമിലിയുടെ ഇൻകമായിട്ട് അസസ് ചെയ്യും. ഫാമിലിയാണ് ടാക്സ് ചെയ്യുന്നത്. അതാണ് HUFന്റെ കൺസെപ്റ്റ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ ഗവേൺ ചെയ്യാനായിട്ട് 2 പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ദയഭാഗ സ്കൂൾ ഓഫ് ഹിന്ദു ലോ എന്ന് പറയുന്നൊരു നിയമവും മിഡാക്ഷര സ്കൂൾ ഓഫ് ഹിന്ദു ലോ എന്ന് പറയുന്ന 2 ഹിന്ദു ലോയാണ് ഈ HUFനെ ഗവേൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് ആർക്കൊക്കെയാണ് അവകാശം, എപ്പോഴാണ് HUF പാർട്ടീഷൻ ചെയ്യുന്നത്, ഓരോരുത്തർക്ക് എത്ര ആസ്തി കിട്ടുക, അത് കഴിഞ്ഞ് അവിടെ ജനിക്കുന്ന പുതിയ ജനറേഷൻ എങ്ങനെയാണ് മെമ്പർഷിപ്പ്, ഇതൊക്കെ പറ്റി പറയുന്ന ഈ 2 നിയമങ്ങളാണ്. ചെറിയ വ്യത്യാസമായ 2 നിയമങ്ങൾ തമ്മിലുള്ള അതിൽ ഒരു ലോയിൽ ആൺകുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവിടെ മെമ്പർ ആവും, പെൺകുട്ടികൾക്ക് അവിടെ ജന്മാവകാശം കിട്ടത്തില്ല, അവിടെ പ്രോപ്പർട്ടിയുടെ അവകാശം കിട്ടത്തില്ല. പക്ഷേ മറ്റേ ഹിന്ദു ലോയ്ക്കകത്ത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അവിടെ ജനിക്കുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അസെൻഡൻസ് ആണെങ്കിൽ അവർക്ക് അവിടെ അവകാശം കിട്ടും എന്നുള്ളതാണ് മറ്റൊരു ഹിന്ദു ലോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത് ഇൻകം ടാക്സിനകത്ത് ഒരു വ്യക്തിയാണ്. സത്യത്തിൽ അതിനകത്ത് കുറെ ആൾക്കാരുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ ഇൻകം ടാക്സിലാണ് ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. HUF എന്നാണ് പേര്. ഇതിൽ ഈ ഇൻഡിവിജ്വൽ HUF എന്ന് പറയുന്ന ഈ 2 പേരുടെ A to Z കാര്യങ്ങൾ ഇന്റർമീഡിയറ്റിന്റെ സിലബസിലുണ്ട്. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലും HUFന്റെയും 5 ഹെഡിലെ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും, ക്ലബിംഗ് എങ്ങനെ നടത്തും, സെറ്റ് ഓഫ് എങ്ങനെ ചെയ്യും, GT എങ്ങനെ അറൈവ് ചെയ്യും, ഇവർക്ക് എന്തൊക്കെ ടാക്സ് പ്ലാനിങ് കിട്ടും, ഇവരുടെ ടോട്ടൽ ഇൻകം എത്ര, ടാക്സ് എത്ര, ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. വ്യക്തിയുടെ ഡെഫിനിഷൻ പഠിക്കണം, പക്ഷെ അവരുടെ ഇൻകം ടാക്സ് ആസ്പെക്ട് അധികം പഠിക്കാനില്ല. പക്ഷെ ഈ 2 പേരുടെ ഇൻഡിവിജ്വൽ HUFന്റെ ഫുൾ കാര്യങ്ങൾ പഠിക്കണം. തേർഡ് പേഴ്സന്റെ ഡെഫിനിഷനിലെ തേർഡ് കമ്പനി. എല്ലാ കമ്പനിയും വരും. പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, പിന്നെ ഇന്ത്യൻ കമ്പനി, ഫോറിൻ കമ്പനി, ലിസ്റ്റഡ് കമ്പനി, അൺലിസ്റ്റഡ് കമ്പനി, ഗവൺമെന്റ് കമ്പനി, എവരി കമ്പനി, കോർപ്പറേറ്റ്സ്. കമ്പനി ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ഫേം ഓർ LLP. പാർട്ട്ണർഷിപ്പ് ഫേമും LLPയും തമ്മിൽ പ്രത്യക്ഷത്തില് ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഒരുപോലെ ഇവരെ കാണുന്നത്. പക്ഷെ നമുക്കറിയാം നല്ല വ്യത്യാസമുണ്ട്. ഫേം എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്, പിന്നെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ്. LLP എന്ന് പറയുമ്പോൾ അങ്ങനെ LLP ആക്ട് 2008 ആണ്, ലൈബിലിറ്റി ലിമിറ്റഡ് ആണ്.
അപ്പോൾ പക്ഷെ ഇൻകം ടാക്സിലേക്ക് വരുമ്പോൾ പാർട്ണർഷിപ്പ് ഫേമിന് LLPക്കും ഒരേ ട്രീറ്റ്മെന്റ് ആണ്. കമ്പനിയെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ. പക്ഷെ ഫേം ആൻഡ് LLPയെ പറ്റി ഒരു ചെറിയ ടോപ്പിക്ക് പഠിക്കാൻ ഇട്ടിട്ടുണ്ട് സിലബസിൽ. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാർട്ണർഷിപ്പ് ഫേമിനകത്തും ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിനകത്തും കാര്യമായിട്ട് പണിയെടുക്കുന്ന, രാവിലെ മുതൽ വൈകിട്ട് അവിടെ വന്ന് പണിയെടുക്കുന്ന ഒരു പാർട്ണർ ഉണ്ടാവും, ഒന്നോ അതിലധികമോ പാർട്ണർ. അവരെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് പാർട്ണർ എന്നാണ് വിളിക്കുക. ഈ വർക്കിംഗ് പാർട്ണർക്ക് മാസാമാസം ഈ ഫേമോ LLPയോ ശമ്പളം കൊടുക്കാറുണ്ട്. മാത്രമല്ല എല്ലാ പാർട്ട്നേഴ്സിനും അവരിട്ടിരിക്കുന്ന ക്യാപിറ്റലിന് ഫേമിൽ നിന്ന് തിരിച്ച് പലിശ കിട്ടും. ഈ രണ്ട് ഐറ്റത്തിന്റെ പാർട്ട്നേഴ്സിന്റെ കയ്യിലെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഫേമിന് അത് എങ്ങനെയാണ് ഇൻകം ടാക്സിനകത്ത് എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യുക, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മൾ PGBP എന്നുള്ള ചാപ്റ്ററിന്റെ എൻഡിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. കമ്പനിയെ പറ്റി വേറെ ഒന്നും പഠിക്കാനില്ല. ഇൻഡിവിജ്വൽ HUFന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഫേം ആൻഡ് LLPയുടെ ഈ ഒരു ചെറിയ ഏരിയ മാത്രം പഠിക്കാനുണ്ട്. അത് നമ്മൾ വഴിയെ പഠിച്ചോളും. അപ്പം വ്യക്തികളിൽ അടുത്ത് ഫേം ആൻഡ് LLP കഴിഞ്ഞാൽ അടുത്ത് പറയുന്ന അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് എന്നാണ്. അതുപോലെ വെദർ ഹാവിംഗ് എ പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ് ഓർ നോട്ട് ഹാവിംഗ് എ പ്രോഫിറ്റ് മോട്ടീവ് എന്നാണ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഷോർട്ട് ഫോം AOP, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ BOI. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല എളുപ്പം, ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ പേഴ്സന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 2-3 വ്യക്തികൾ ചേർന്ന് വോളണ്ടറി ആയിട്ട് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടി തുടങ്ങുന്നതിനെയാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആർക്ക് വേണോ ഇതിനകത്ത് മെമ്പർ ആവാം. 2 കമ്പനിയും 2 പാർട്ണർഷിപ്പ് ഫേമും 2 ഇൻഡിവിജ്വലും, അങ്ങനെ 6 പേർക്ക് ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങാം. വി വിൽ കോൾ ഇറ്റ് ആസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഒരു ഇൻഡിവിജ്വലിനും ഒരു കമ്പനിക്കും ഒരു HUFനും കൂടി ചേർത്ത് ഒരു അസോസിയേഷൻ രൂപീകരിക്കാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, അക്കൗണ്ടൻസിക്കകത്ത് നമ്മൾ ജോയിന്റ് വെഞ്ചർ എന്ന് പറയില്ലേ, ആ ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞ സാധനത്തിനെ ഇൻകം ടാക്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും വിളിക്കുക, അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അത്രേ ഉള്ളൂ. അപ്പൊ അവരെ പറ്റി കൂടുതലൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പൊ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അപ്പൊ എന്താ സാറേ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ? ആ വേർഡിൽ തന്നെ ഉണ്ടല്ലോ, ബോഡി ഓഫ് ഇൻഡിവിജ്വലും വോളണ്ടറി ആയിട്ട് രൂപീകരിക്കുന്നതാണ്. പക്ഷെ അതിനകത്ത് ആർക്ക് മാത്രമേ മെമ്പേഴ്സ് ആവാൻ പറ്റൂ? ഇൻഡിവിജ്വൽസ്. ബട്ട് അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനകത്ത് ഏത് പേഴ്സൺ ആണോ മെമ്പർ ആവാം. ഇതാണ് ഇവർ തമ്മിലെ വ്യത്യാസം. ഇനി അടുത്ത് പറയുന്ന ലോക്കൽ അതോറിറ്റി എന്നാണ് വ്യക്തിയുടെ ഡെഫിനിഷൻ. ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്. ലോക്കൽ ഗവൺമെന്റ് ആരാണ്? പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. ഇവരെ 3 പേരെ വിളിക്കുന്ന പേരാണ് ലോക്കൽ അതോറിറ്റി. സാധാരണ ഇതിൽ ലോക്കൽ അതോറിറ്റിക്ക് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. കാരണം ലോക്കൽ അതോറിറ്റി കിട്ടുന്ന ഇൻകം ടാക്സിന്റെ സെക്ഷൻ 10 സബ്സെക്ഷൻ 21 പ്രകാരം എക്സംപ്റ്റഡ് ആണ്. പക്ഷെ അവരുടെ ചില ഇൻകത്തിന് എക്സംഷൻ ഇല്ല. ഇവർ ബിസിനസ് ഒക്കെ ചെയ്ത ടാക്സ് ചെയ്യും. ഇവർക്ക് റെന്റൽ വരുമാനം കിട്ടുന്ന ടാക്സ് ചെയ്തില്ല. കാരണം കോർപ്പറേഷനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ബിൽഡിംഗ് ഉണ്ട്. കോർപ്പറേഷൻ അത് വേറെ ബിസിനസ്സുകാർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വാടക കിട്ടുന്നുണ്ട്. ടാക്സ് ഇല്ല, എക്സംപ്റ്റഡാ. സെക്ഷൻ 10 സബ്സെക്ഷൻ 21. പക്ഷേ ഇവര് ബിസിനസ് ഒക്കെ ചെയ്ത ടാക്സ് ചെയ്യും. അതുകൊണ്ടാണ് പേഴ്സന്റെ ഡെഫിനിഷൻ ഇട്ടിരിക്കുന്നത് ലോക്കൽ അതോറിറ്റി. പിന്നെ അടുത്ത് പറയുന്നത് എവരി ആർട്ടിഫിഷ്യൽ ജുറിഡീഷ്യൽ പേഴ്സൺ നോട്ട് ഫോളിങ് എബവ് എന്നാണ്. എന്ന് വെച്ചാൽ മേളിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും ലിസ്റ്റില് വന്നിട്ടില്ലാത്ത മറ്റേതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരും ഇൻകം ടാക്സിയുടെ വ്യക്തിയാണ്. കാരണം വ്യക്തിയുടെ ഡെഫിനിഷൻ ശോഷിച്ചു പോയത് കൊണ്ട് ആരും ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഓപ്പൺ മാനറിൽ ലാസ്റ്റ് ഐറ്റം തുറന്നു കിട്ടിയിരിക്കുകയാണ്. മേളിൽ പറഞ്ഞ് ഇത്രയും വരാത്ത ബാക്കി ആര് വന്നാലും അവരെ വിളിക്കുന്ന പേര് ആർട്ടിഫിഷ്യൽ ജുറിഡീഷ്യൽ പേഴ്സൺ, AJP. ആർട്ടിഫിഷ്യൽ ജുറിഡീഷ്യൽ പേഴ്സന്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അമ്പലങ്ങളിലെ പ്രതിഷ്ഠ, അമ്പലങ്ങളിലെ പ്രതിഷ്ഠ അഥവാ ഹിന്ദു ഡൈറ്റി അഥവാ ഹിന്ദു ഐഡോൾ, അമ്പലങ്ങളിലെ പ്രതിഷ്ഠയെ ഇൻകം ടാക്സ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അമ്പലങ്ങൾക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് ചെയ്യാം. പ്രാക്ടിക്കലി ടാക്സ് കൊടുക്കേണ്ടി വരില്ല. കാരണം അവർ സെക്ഷൻ 11 and 12 and 13 പ്രകാരം റിലീജിയസ് ട്രസ്റ്റ് ആയിട്ടാണ് അമ്പലങ്ങളും പള്ളികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ട്രസ്റ്റിന്റെ കാറ്റഗറിയിൽ എക്സംഷൻ വാങ്ങിച്ചു പോകും. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അമ്പലം ടാക്സ് കൊടുക്കേണ്ടി വരും. അന്നേരം അമ്പലത്തിന് വിളിക്കുന്ന പേര് ആർട്ടിഫിഷ്യൽ ജുറിഡീഷ്യൽ പേഴ്സൺ എന്നാണ്. അമ്പലം ഒരു വ്യക്തിയാണ്, പള്ളികൾ ഒരു വ്യക്തിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കേരള അല്ലെ കേരള യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഇൻഡിവിജ്വൽ അല്ല, HUF അല്ല, കമ്പനി അല്ല, ഫേം അല്ല, LLP അല്ല, ലോക്കൽ അതോറിറ്റി അല്ല. അപ്പൊ കേരള യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ജുറിഡീഷ്യൽ പേഴ്സൺ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആർട്ടിഫിഷ്യൽ ജുറിഡീഷ്യൽ പേഴ്സൺ ആണ്. അപ്പൊ അമ്പലങ്ങള്, പള്ളികള്, പ്രതിഷ്ഠകള്, യൂണിവേഴ്സിറ്റികൾ, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. ആർട്ടിഫിഷ്യൽ ജുറിഡീഷ്യൽ പേഴ്സൺ. അപ്പോ കഴിഞ്ഞു, പേഴ്സന്റെ ഡെഫിനിഷൻ കഴിഞ്ഞു. സെക്ഷൻ 2 സബ്സെക്ഷൻ 31. ഡെഫിനിഷനായിട്ട് കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക. ഇത്രയും ആൾക്കാരെ ഇൻകം ടാക്സിൽ വ്യക്തിയായിട്ട് ട്രീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത്രയും വ്യക്തികൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരും. സാർ അപ്പൊ വേറെ ബാക്കി വ്യക്തികളോ? ആ ചോദ്യം അപ്രസക്തമാണ്. ബാക്കി വ്യക്തികളില്ല. കാരണം എല്ലാ വ്യക്തികളും ഇതിനകത്ത് വരും. ഈ പറഞ്ഞ ആദ്യത്തിലൊന്നും വരാത്ത ആൾക്കാർ ഇതിനകത്ത് വന്നോളൂ. ആർട്ടിഫിഷ്യൽ ജുറിഡീഷ്യൽ പേഴ്സണിൽ വരും. കുഴപ്പമുണ്ടോ? കഴിഞ്ഞു. അപ്പൊ 2 ഡെഫിനിഷനായി. ആദ്യം പഠിച്ച ഡെഫിനിഷൻ ഏതായിരുന്നു? ഇന്ത്യ. ഇപ്പൊ പഠിച്ച ഏതാ? പേഴ്സൺ. അപ്പൊ ഇനി അടുത്ത് പഠിക്കേണ്ട ഈ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അസസി. എന്താണ് അസസി? ASSESSEE. അസസി.
അസസി എന്നുള്ള വേർഡിന്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇന്ത്യ അങ്ങനെ ചോദിക്കാറില്ല, പേഴ്സണും ചോദിക്കാറില്ല, ബട്ട് അസസി ചോദിക്കാറുണ്ട്. അപ്പൊ അസസിയുടെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 7 അപ്പൊ ആരാണ് അസസി? അതും വെറുതെ അതേപോലെ എഴുതാൻ വേണ്ടി ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൺസെപ്റ്റ് പഠിക്കുക, മീനിങ് പഠിക്കുക. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പം അത് ഓർമ്മ വന്നില്ലെങ്കിലും ഈ മെയിൻ പോയിന്റുകൾ എഴുതിയാൽ മാർക്ക് തരും. ശരി, അപ്പൊ അസസിയുടെ ഡെഫിനിഷനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പൊ പഠിച്ച പേഴ്സൺ ആണ് ആരായി മാറുന്നത്? അസസി. അപ്പൊ അസസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സൺ ആണോ നോക്കണം. എന്നിട്ട് ആ പേഴ്സൺ അസസി ആയിട്ട് മാറുന്ന സാഹചര്യം നോക്കിയാൽ മതി. അതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഒന്ന്, ഒരു വ്യക്തി, അയാൾ ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം, പാർട്ണർഷിപ്പ് ഫാം ആവാം, LLP ആവാം, AOP ആവാം, AJP ആവാം, കമ്പനി ആവാം, ലോക്കൽ അതോറിറ്റി. ഒരു വ്യക്തി അയാൾ ഏൺ ചെയ്ത ഇൻകത്തിന് ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആണ് എന്ന് വെച്ചാൽ അയാൾക്ക് ടാക്സബിൾ ഇൻകം ഉണ്ട് എന്ന് വെച്ചാൽ 2.5 ലക്ഷത്തിൽ കൂടുതൽ അയാൾക്ക് ഇൻകം ഉണ്ട്, അപ്പൊ അയാൾ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആണ് എങ്കിൽ ആ വ്യക്തിയെ നമുക്ക് അസസി എന്ന് വിളിക്കാം. ഇനി ഒരു വ്യക്തിക്ക് ഇൻകം അല്ല സാർ, അയാൾക്ക് ലോസ് ആണ് സാർ, ലോസ് ആണ്, നഷ്ടമാണ്. എടാ, നഷ്ടം എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല. ഇൻകം ടാക്സ് ആക്ടിനകത്ത് നഷ്ടം എന്ന് പറഞ്ഞാൽ നല്ലതാ. കാരണം നഷ്ടം ടാക്സ് പ്ലാനിങ് ആ. ഈ നഷ്ടം എടുത്ത് നിങ്ങൾക്ക് വേറെ പോസിറ്റീവ് ഇൻകം സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ അൾട്ടിമേറ്റ്ലി നിന്റെ ഇൻകം കുറയും. ലോസ് ഒരു ടാക്സ് പ്ലാനിങ് ആ. മാത്രമല്ല ഈ ലോസിന് വേണമെങ്കിൽ നിനക്ക് അടുത്ത വർഷത്തിൽ ക്യാരി ഓവർ ചെയ്യാം. നെക്സ്റ്റ് ഇയറിൽ വരുന്ന ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ ഇൻകം കുറയ്ക്കാം. ലോസ് ഒട്ടും മോശമല്ല, ലോസ് നല്ലതാ. ഇൻകം ടാക്സിന്റെ ആംഗിളിൽ ലോസ് ഈസ് ഗുഡ്. ഇറ്റ്സ് എ ടാക്സ് പ്ലാനിങ്. അപ്പൊ ഒരാൾക്ക് ലോസ് ഉണ്ടായി, ആ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലോസ് അയാൾക്ക് വേറെ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിലോ അടുത്ത വർഷത്തിൽ ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിലോ അയാൾ അസസി ആയിട്ട് പ്രഖ്യാപിക്കണം. അപ്പൊ അയാൾ അസസിയാണ്. അപ്പോ ഒരാൾക്ക് ഇൻകം ഉണ്ടായി, ടാക്സ് അടയ്ക്കാൻ ലൈബിളായി, അയാൾ അസസിയാണ്. ഒരാൾക്ക് ലോസ് ഉണ്ടായി, അയാൾക്ക് ആ ഇൻകർ ചെയ്ത ലോസിനെ ക്യാരി ഓവർ ചെയ്യണം അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യണം, അയാൾ എന്തെന്ന് വിളിക്കേണ്ടി വരും? അസസി. അങ്ങനെ വിളിച്ചാലേ അയാൾ ക്യാരി ഓവർ ചെയ്യാൻ പറ്റൂ. അപ്പൊ അയാൾ അസസിയായി. ഇനി 3, ഒരാൾക്ക് ടാക്സ് അങ്ങോട്ട് പേ ചെയ്യാനൊന്നുമില്ല, അയാൾക്ക് ലോസും ഇല്ല, പക്ഷെ അയാൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്ത് ഓപ്പോസിറ്റുള്ള ആൾക്കാർ അടച്ചിരിക്കുന്ന TDS അയാൾക്ക് റീഫണ്ട് കിട്ടണം. ഉദാഹരണത്തിന് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഞാൻ ഒരു ക്ലയന്റിന് വേണ്ടി ഒരു വർഷം 1 ലക്ഷം രൂപയുടെ ഓഡിറ്റ് ചെയ്തു. വേറെ ഒരു വർക്കും ഞാൻ ആ വർഷം എനിക്ക് കിട്ടിയിട്ടില്ല. ആ ക്ലയന്റിന്റെ 1 ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ക്ലയന്റ് എനിക്ക് 1 ലക്ഷം രൂപ തരുന്നതിന് മുമ്പ് 10% എന്ത് കട്ട് ചെയ്തിട്ടായിരിക്കും തരിക? TDS. 1 ലക്ഷത്തിന്റെ 10% 10,000 കട്ടിയിട്ട് 90,000 രൂപ എനിക്ക് തന്നു. സത്യത്തിൽ ആ വർഷത്തെ എന്റെ ഇയറിന്റെ എൻഡിൽ ഞാൻ എന്റെ കണക്ക് നോക്കുമ്പോൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് സാലറി ഇല്ല, ഹൗസ് പ്രോപ്പർട്ടി ഇല്ല, PGBP 1 ലക്ഷം, ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, IFOS ഇല്ല. ഈ 1 ലക്ഷം മാത്രമേ എനിക്ക് ഇൻകം ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ് ഇല്ലാത്ത? ഇന്ത്യയിൽ ഒരു വ്യക്തി എത്ര ലക്ഷം വരെ ടാക്സ് അടയ്ക്കണ്ട? എത്ര ലക്ഷം വരെ ടാക്സ് വേണ്ട? 2,50,000 എന്നുള്ള പരിധിയുണ്ട്. അതിന് മുകളിലോട്ട് ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് അടച്ചാൽ മതി. അപ്പൊ സത്യത്തിൽ ഈ കേസിൽ എനിക്ക് ടാക്സ് ലൈബിലിറ്റി ഇല്ല. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയ ഇൻകം 90,000 ശരിക്കുള്ള ഇൻകം 1 ലക്ഷം രൂപയാണ്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ സർക്കാരില് TDS ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഗവൺമെന്റ് അടുത്ത് പോയിട്ട് പറയണം, ദേ എനിക്ക് ഈ 1 ലക്ഷം ഇൻകം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇൻകം ഇല്ല, എന്റെ ടാക്സ് 0ആണ്. അപ്പൊ എനിക്ക് ലൈബിലിറ്റി ഇല്ല. പക്ഷെ ഓൾറെഡി മറ്റവൻ എന്റെ 10,000 രൂപ കട്ട് ചെയ്ത് നിങ്ങൾ തന്നിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു വേണം. ദാറ്റ് ഈസ് നോട്ട് റീഫണ്ട്. അപ്പൊ സർക്കാർ എനിക്ക് ആ 10,000 തിരിച്ചു തരും. പക്ഷെ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഫയൽ ചെയ്യണം, റീഫണ്ട് കിട്ടും. അങ്ങനെ എനിക്ക് റീഫണ്ട് കിട്ടാൻ അവകാശം ഉണ്ടെങ്കിൽ എന്നെ എന്തെന്ന് വിളിക്കാം? എന്നെ ആരെന്ന് വിളിക്കും? അസസി. കുഴപ്പമുണ്ടോ? അപ്പൊ സ്വന്തം ഇൻകത്തിന് ടാക്സ് അടയ്ക്കാൻ ലൈബിൾ, അസസിയാണ്. ലോസ് ഇൻകർ ചെയ്തു, അസസിയാണ്. റീഫണ്ട് ഡ്യൂ ആയിട്ടുണ്ട്, അസസിയാണ്. ഇനി അടുത്ത് നോക്കണം. ഒരാള് ഇൻകം ടാക്സിനകത്ത് ടാക്സ് പേ ചെയ്യുന്നതിന് മുമ്പ് മരിച്ചുപോയി. അയാൾ മരണപ്പെട്ടാൽ അയാളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ, ലീഗൽ ഹെയേഴ്സ് ടാക്സ് കൊടുക്കാൻ ലൈബിൾ ആണ്. ഒരാള് മരണപ്പെട്ടാൽ ലീഗൽ ഹെയേഴ്സ് ആ മരണപ്പെട്ട വ്യക്തിയുടെ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. അതിന് നമ്മൾ റെപ്രസെന്റേറ്റീവ് അസസി എന്നൊക്കെയാണ് വിളിക്കാറ്. അങ്ങനെ വന്നാലും ആ തേർഡ് പാർട്ടിയെ നമുക്ക് അസസി എന്ന് വിളിക്കാം. A person liable for payment of tax in respect of income earned by another person for which he is liable. വേറൊരു വ്യക്തി ഏൺ ചെയ്ത ഇൻകത്തിന് ഇയാൾ ലൈബിൾ ആയാലും അയാൾ അസസിയാണ്. അപ്പൊ ഡെഫിനിഷന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഡെഫിനിഷന്റെ സെക്കൻഡ് പാർട്ടി പറയുന്നത്, എടാ നീ യഥാർത്ഥത്തിൽ അസസി ഒന്നും അല്ല, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻകം ടാക്സ് നിയമപ്രകാരം നിന്നെ അസസിയായിട്ട് പ്രഖ്യാപിക്കും. ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയും. സത്യത്തിൽ ഇപ്പൊ പറഞ്ഞ പ്രകാരം നിനക്ക് ഇൻകം ഇല്ല, നിനക്ക് റീഫണ്ട് ഇല്ല, നിനക്ക് ലോസ് ഇല്ല, നീ വേറൊരു വ്യക്തിയുടെ ഇൻകത്തിന് ലൈബിളുമല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്നെ അസസിയായിട്ട് പ്രഖ്യാപിക്കും. എന്റെ പേരാണ് ഡീംഡ് അസസി. ഡീംഡ്. അപ്പൊ ഇനി അങ്ങോട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡീംഡ്. അർത്ഥം മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. ഇല്ലാത്തൊരു കാര്യത്തിനെ ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ലീഗൽ ഫിക്ഷന്റെ വേർഡാണ്, ഫിക്ഷണറി വേർഡാണ് ഡീംഡ്. DEEMED. അപ്പൊ ഡീംഡ് അസസി.
അപ്പൊ രണ്ടാമത്തത് എ പേഴ്സൺ ഹു ഈസ് ട്രീറ്റഡ് അല്ലെങ്കിൽ ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ ദ ഇൻകം ടാക്സ് ലോ. ആരാണ് സാറേ ഡീംഡ് അസസിന്റെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. വിദേശ രാജ്യത്തുള്ള ഒരു സായിപ്പ് ഇന്ത്യക്കകത്ത് കച്ചവടം ചെയ്യുവാണ്, ബിസിനസ് ചെയ്യുവാണ്. അയാൾ ബിസിനസ് ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ്. അപ്പൊ ഇവിടുത്തെ ബിസിനസ് എല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഒരു ലോക്കൽ ഏജന്റിനെ ആ സായിപ്പ് അപ്പോയിന്റ് ചെയ്തു. ആ ലോക്കൽ ഏജന്റ് വഴിയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്, ഇൻകം കിട്ടുന്നത്. സായിപ്പിന് ഇന്ത്യക്കകത്ത് ടാക്സ് ലൈബിലിറ്റി ഉണ്ട്, കാരണം ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷേ സായിപ്പ് ഒരിക്കലും ഇന്ത്യയിൽ വരുന്നില്ല, അയാൾ അവിടെ ഇരുന്നിട്ട് കച്ചവടം ചെയ്യണം, ത്രൂ ദിസ് ഏജന്റ് ആണ്. അപ്പൊ ഇയാൾ ഏൺ ചെയ്ത ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ട പ്രൈമറി ഉത്തരവാദിത്തം ആ ഏജന്റിനാണ്. ആ ഏജന്റ് ടാക്സ് അടയ്ക്കാതിരുന്നാൽ ആദ്യം ഏജന്റിനെ പിടിക്കും. ഏജന്റിൽ നിന്ന് ടാക്സ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ സായിപ്പിന്റെ അടുത്തോട്ട് പോകത്തുള്ളൂ. അവിടെ ആ ഏജന്റിനെ ഡീംഡ് അസസി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ഡീംഡ് അസസി. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയെ കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും അടുത്തുള്ള ആളിനെ അസസി ആയിട്ട് താൽക്കാലികമായിട്ട് ഇൻകം ടാക്സിൽ ട്രീറ്റ് ചെയ്യും. ഇതാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തത്. അപ്പൊ ഒരു വ്യക്തി ഡീംഡ് അസസി ആവാം. ദെൻ അസസിയുടെ ഡെഫിനിഷനിലെ മൂന്നാമത്തെ അഥവാ ലാസ്റ്റ് പാർട്ട്, ഒരു വ്യക്തി ഇൻകം ടാക്സ് നിയമത്തിൽ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ചെയ്തില്ല, എന്നുവെച്ചാൽ തെറ്റ് വരുത്തി, ഡിഫോൾട്ട് വരുത്തി. അങ്ങനെ ഡിഫോൾട്ട് വരുത്തിയാൽ ആ ഡിഫോൾട്ട് വരുത്തിയ വ്യക്തിക്ക് ടാക്സ് ലൈബിലിറ്റി ഇല്ലെങ്കിലും അയാൾക്ക് റീഫണ്ട് ഇല്ലെങ്കിലും അയാൾക്ക് ലോസ് ഇല്ലെങ്കിലും നിയമം പറഞ്ഞൊരു കാര്യം ചെയ്യാത്തത് കൊണ്ട് അയാളെ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പ്രഖ്യാപിക്കും. ഉദാഹരണം, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ട്രിപ്പിൾ ഐ എനിക്ക് 10 ലക്ഷം രൂപ കൺസൾട്ടിങ് ഫീസ് തരുമ്പോ അവർ എത്ര ശതമാനം കട്ട് ചെയ്തിട്ടേ തരാവുള്ളൂ? 10%. അവരെനിക്ക് 9 ലക്ഷമേ തരാവൂ. പക്ഷെ ട്രിപ്പിൾ ഐ ബൈ മിസ്റ്റേക്ക് എനിക്ക് കംപ്ലീറ്റ് 10 ലക്ഷവും തന്നു. അവർ TDS കട്ട് ചെയ്യാൻ വിട്ടുപോയി, മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ഐയെ വിളിക്കുന്ന പേരാണ് അസസി ഇൻ ഡിഫോൾട്ട്, അല്ലെങ്കിൽ ഡീംഡ് ടു ബി അസസി ഇൻ ഡിഫോൾട്ട്. എന്നിട്ട് അവർക്ക് ഫൈൻ വരും, പെനാൽറ്റി വരും, ഇൻട്രസ്റ്റ് ചുമത്തും. എന്നിട്ട് അവരെ പിന്നെ 1 ലക്ഷം രൂപ റിക്കവർ ചെയ്യും. അതാണ് എന്റെ ബാക്കി പ്രൊസീജിയർ. അപ്പൊ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിക്കുന്നവർ, നിയമം വയലേറ്റ് ചെയ്യുന്നവർ, കംപ്ലൈ ചെയ്യാത്തവർ, അവർ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കും. അപ്പൊ അസസിയുടെ ഡെഫിനിഷൻ കഴിഞ്ഞു. അപ്പൊ ഈ 3 പോയിന്റ് നിങ്ങൾ അറിഞ്ഞാൽ മതി, അല്ലാതെ വെറുതെ കുത്തി ഇങ്ങനെ കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. ഈ 3 പോയിന്റ് വന്നാൽ മാർക്ക് തരും, അത് അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യണ്ട. ഡിഫൈൻ അസസി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ. അപ്പൊ നമ്പർ 1, എ പേഴ്സൺ ഹു ഈസ് ലൈബിൾ ഫോർ പേയ്മെന്റ് ഓഫ് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് ഇൻകം ഓർ ഇൻകം ഏൺഡ് ബൈ അനദർ പേഴ്സൺ ഫോർ വിച്ച് ഹി ഈസ് ലൈബിൾ ഓർ ലോസ് ഇൻകേർഡ് ഓർ റീഫണ്ട് ഡ്യൂ. 2, എ പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ ദ ഇൻകം ടാക്സ് ലോ. 3, എ പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡിഫോൾട്ട് അണ്ടർ ദ ഇൻകം ടാക്സ് ലോ. ഇത് 3 അസസിയുടെ അർത്ഥം. അപ്പൊ വ്യക്തിയാണ് ആരായി മാറുന്നത്, പേഴ്സൺ ആണ് ആരായിട്ട് മാറുന്നത്? അസസി. കുഴപ്പമുണ്ടോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തത് ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്, അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും. അപ്പൊ ആദ്യം പഠിക്കാൻ പോണത് പ്രീവിയസ് ഇയർ സെക്ഷൻ 3. അല്ല സാർ, അപ്പൊ സെക്ഷൻ 2 കഴിഞ്ഞോ? തൽക്കാലം 2 കഴിഞ്ഞു. ഈ ചാപ്റ്ററിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ഒക്കെ ആയി, തൽക്കാലം കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3യുടെ പേര് പ്രീവിയസ് ഇയർ എന്നാണ്. പ്രീവിയസ് ഇയർ നമ്മുടെ പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബില്ലിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആ ബില്ലില് ഈ കൺസെപ്റ്റ് എടുത്ത് മാറ്റാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളാണ് അവസാനമായി ഈ കൺസെപ്റ്റ് പഠിക്കുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റിന് പുതിയതിനകത്ത് ഒരു വേറെ പേരാക്കി, അത്രേ ഉള്ളൂ. ഈ പ്രീവിയസ് ഇയർ എന്നുള്ള പേരെടുത്ത് മാറ്റിയിട്ട് അവർ അടുത്ത വർഷം തൊട്ട് അതിന്റെ പേര് ടാക്സ് ഇയർ എന്നാണ്. ടാക്സ് ഇയർ പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയർ എന്നുള്ള 2 കൺസെപ്റ്റിനെ മെർജ് ചെയ്ത് ഒറ്റ പേരാക്കി ടാക്സ് ഇയർ. ശരി, ഇപ്പൊ ഞാൻ പ്രീവിയസ് ഇയർ നമ്മുടെ നിലവിലെ പൊസിഷൻ പറയാം. എന്താണ് ഈ പ്രീവിയസ് ഇയർ? മലയാളത്തിൽ പ്രീവിയസ് ഇയറിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞ കൊല്ലം എന്നല്ലേ? ആ ഇൻകം ടാക്സിൽ കഴിഞ്ഞ കൊല്ലം എന്നല്ല അതിന്റെ അർത്ഥം. പഠിച്ചു വരുമ്പോ അതുപോലെ നമുക്ക് തോന്നും, പക്ഷെ കഴിഞ്ഞ കൊല്ലം എന്നല്ല. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇൻകം ഏൺ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡാണ് പ്രീവിയസ് ഇയർ. എന്താണ്? ഒരു വ്യക്തി ഇൻകം ഏൺ ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇയർ. ഫൈനാൻഷ്യൽ ഇയർ. ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയാ? 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച്. ലോകത്ത് എല്ലാ രാജ്യത്തും അങ്ങനെയാണോ? അല്ല. ചില രാജ്യങ്ങളിൽ ഡിസംബർ ആണ് ഫൈനാൻഷ്യൽ ഇയർ, ചില രാജ്യങ്ങളിൽ ജൂൺ ജൂലൈ ആണ്. ഇന്ത്യയിൽ ഏപ്രിൽ മാർച്ചാണ്. ഈ പ്രശ്നം ഉണ്ടാ. അപ്പം ഏപ്രിൽ മാർച്ച് എന്ന് പറയുമ്പോൾ 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെയുള്ള 12 മാസം. ഈ 12 മാസത്തിൽ ഒരു വ്യക്തി ഏൺ ചെയ്ത ഇൻകത്തിനാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. ആ ഇയറിനെ വിളിക്കുന്ന പേരാണ്, ആ ഇൻകം ഏൺ ചെയ്ത ഇയറിനെ വിളിക്കുന്ന പേരാണ് പ്രീവിയസ് ഇയർ. അല്ലാതെ ഡിക്ഷണറി മീനിങ് നോക്കരുത്, കഴിഞ്ഞ കൊല്ലം എന്നല്ല. ഇൻകം ഏൺ ചെയ്യുന്ന ഇയർ. ഇൻകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, IFOS. അപ്പൊ IFOS, ക്യാപിറ്റൽ ഗെയിൻ, PGBP, ഹൗസ് പ്രോപ്പർട്ടി, സാലറി, ഈ 5 ഹെഡില്
ഒരു വ്യക്തി ഇൻകം ഏൺ ചെയ്ത കാലാവധി ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ നോക്കുന്നത്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ആനുവൽ ടാക്സ് ആണ്. ഒരു വർഷം ഒരു വ്യക്തി ഏൺ ചെയ്ത ഇൻകത്തിനാണ് ടാക്സ്. ആ ഇൻകം ഏൺ ചെയ്ത ഇയറിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇയർ. ദാറ്റ് ഈസ് നോട്ട് ആസ് പ്രീവിയസ് ഇയർ. ഇടയിൽ കുഴപ്പമുണ്ടോ? അല്ല സാർ, അപ്പൊ ഈ പ്രീവിയസ് ഇയർ ഇൻകത്തിന് നമ്മൾ ടാക്സ് എപ്പോഴാ കൊടുക്കേണ്ടത്? എടാ, തൊട്ടടുത്ത കൊല്ലം കൊടുത്താൽ മതി, തൊട്ടടുത്ത കൊല്ലം കൊടുത്താൽ മതി. തൊട്ടടുത്തതെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഇൻകം ഏൺ ചെയ്ത ഫിനാൻഷ്യൽ ഇയറിനോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ കണക്ക് കൊടുത്താൽ മതി. കണക്ക് കൊടുക്കുന്ന ഇയറിന്റെ പേരാണ് അസസ്മെന്റ് ഇയർ. എന്ത് ഇയർ? അസസ്മെന്റ് ഇയർ. അപ്പൊ നമ്മൾ എഴുതാൻ പോണ പരീക്ഷ ജനുവരി 2026 ആണല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 24-25 ആണ്. 24-25 എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1/4/2024 മുതൽ 31 മാർച്ച് 2025. ഈ 12 മാസം ഒരു വ്യക്തി ഏൺ ചെയ്ത ഇൻകത്തിന്റെ കണക്ക് കൊടുക്കേണ്ടത് തൊട്ടടുത്ത ഇയറിലാണ്. തൊട്ടടുത്ത ഇയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 25-26. അപ്പൊ 25-26 എന്തെന്ന് വിളിക്കും? അസസ്മെന്റ് ഇയർ. 24-25 എന്തെന്ന് വിളിക്കും? പ്രീവിയസ് ഇയർ. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോണ കംപ്ലീറ്റ് ക്വസ്റ്റ്യനിലും എല്ലാ പ്രോബ്ലത്തിലും നമ്മുടെ ഹെഡിങ് ഇതാണ്: കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ അസസ്മെന്റ് ഇയർ 25-26. അസസ്മെന്റ് ഇയർ 25-26 മീൻസ് പ്രീവിയസ് ഇയർ 24-25. അപ്പൊ ആൻസർ ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ അസസ്മെന്റ് ഇയർ എഴുതുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ എഴുതുക. പിന്നെ ചില കുട്ടികൾക്ക് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി അവർ രണ്ടും എഴുതും. ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ രണ്ടും എഴുതാം. അസസ്മെന്റ് ഇയർ 25-26 താഴെ പ്രീവിയസ് ഇയർ 24-25. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നുകിൽ അസസ്മെന്റ് ഇയർ 25, അതിന്റെ ആവശ്യമുള്ളൂ. രണ്ടും എഴുതുന്നതിന് തെറ്റൊന്നുമല്ല, ഒരു കുഴപ്പമില്ല. കാര്യം നമ്മൾ പറയുമ്പോൾ അസസ്മെന്റ് ഇയർ 25-26 ആണെങ്കിൽ എടുക്കുന്ന ഏത് ഇയറിലെ ഡേറ്റയാ? എടാ, അസസ്മെന്റ് ഇയർ 25-26 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏത് ഇയറിന്റെ ഡേറ്റയാ? 24-25. ഗോട്ട് ദ ഐഡിയ? അപ്പൊ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇൻകം ഏൺ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിനാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രീവിയസ് ഇയർ. അതിന്റെ കണക്ക് നോക്കുന്ന ഇയറിന് എന്തെന്ന് വിളിക്കും? അസസ്മെന്റ് ഇയർ. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റും കണക്കും എല്ലാം കൊടുക്കേണ്ടത് അസസ്മെന്റ് ഇയറിലാണ്. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് പറഞ്ഞാൽ 24-25 ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ടാക്സിന്റെ കണക്ക് കൊടുക്കേണ്ട ഡേറ്റ് ജൂലൈ 31, 2025 ആണ്. ജൂലൈ 31, 2025 എന്ന് പറഞ്ഞാൽ ഏത് ഇയറിലാണ് അത് ഫോളോ ചെയ്യുന്നത്? 25-26. ഇപ്പൊ ഈ ഇടയ്ക്ക് ഗവൺമെന്റ് നിർമ്മല അമ്മച്ചി വന്നിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഏതുവരെ? സെപ്റ്റംബർ 30, 2025 വരെ അയച്ചു കൊടുത്തു. ഇപ്പൊ ജൂലൈ എന്നുള്ളത് ഓഗസ്റ്റ്, 2 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോഴും അത് അസസ്മെന്റ് ഇയറിലാണ്. 2025-26 തന്നെയാണ്. കുഴപ്പമുണ്ടോ? നിങ്ങൾ ഫൈനൽ ആവുമ്പോഴേ നിങ്ങൾ വേറെ ഏതെങ്കിലും അസസ്മെന്റ് ആയിരിക്കും പഠിക്കാൻ പോകണം. വല്ല 26-27 ഫിനാൻഷ്യൽ ഇയർ, 27-28 അസസ്മെന്റ് ഇയറോ അങ്ങനെ ആയിരിക്കും. പക്ഷേ മിക്കവാറും അന്നേരം അസസ്മെന്റ് പ്രീവിയസ് ഇയർ എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് അടുത്ത വർഷം തൊട്ട് അവർ പറയണത് ടാക്സ് ഇയർ മാത്രം മതിയെന്ന്. ടാക്സ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ. നമ്മുടെ ഈ പ്രീവിയസ് ഇയറിനെ അവർ എന്തെന്ന് വിളിക്കും? ടാക്സ് ഇയർ. അല്ലാതെ പ്രീവിയസ് ഇയർ അസസ്മെന്റ് അങ്ങനെയൊന്നും വേണ്ടെന്ന്. ടാക്സ് ഇയർ എന്നുള്ള ഒറ്റ ഇയർ മതി എന്നാണ് അവർ പറയുന്നത്. കോംപ്ലിക്കേഷൻ കാരണം പലർക്കും കൺഫ്യൂഷൻ. അസസ്മെന്റ് ഇയർ 25-26, പ്രീവിയസ് ഇയർ 24-25. അയ്യോ, 24-25, 25-26 കൺഫ്യൂഷൻ. അവിടെ അറിയാം അത് വേണ്ട. ടാക്സ് ഇയർ, ഇൻകം ഏൺ ചെയ്യുന്ന ഇയർ ടാക്സ് ഇയർ. കുഴപ്പമുണ്ടോ? അപ്പൊ നമ്മൾ പുതിയ അത്രയും വേണ്ട, നമ്മൾ ഇപ്പൊ ഇത്ര ഇതുപോലെ പഠിച്ചാൽ മതി. ഈ പ്രീവിയസ് ഇയർ എത്ര മാസം കാണും? പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ അല്ലേ? അപ്പൊ എത്ര മാസം ഉണ്ടാ? 12 മാസം. ഒരേ ഒരു കേസിൽ മാത്രം 12 മാസം കാണണമെന്ന് നിർബന്ധമില്ല. ഒരൊറ്റ കേസിൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട്. അത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ഒരാള് ആദ്യമായി ഇൻകം ഏൺ ചെയ്ത് തുടങ്ങിയത് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയിലാണ്. ഒരാൾ ബിസിനസ് തുടങ്ങുമ്പം ഏപ്രിൽ 1-ാം തീയതി തന്നെ ബിസിനസ് തുടങ്ങണമെന്ന് നിർബന്ധം ഉണ്ടോ? ഇല്ലല്ലോ. അയാൾ ചിലപ്പോൾ ബിസിനസ് തുടങ്ങിയത് ജൂൺ 1-നായിരിക്കും, അല്ലെങ്കിൽ ചിങ്ങത്തിലായിരിക്കും, ജൂലൈയിലായിരിക്കും, ചിലപ്പോൾ ഓഗസ്റ്റിലായിരിക്കും അയാൾ ബിസിനസ് തുടങ്ങിയത്. അങ്ങനെ വരുമ്പോൾ അയാൾ തുടങ്ങിയ ഫസ്റ്റ് ഇയറിൽ 12 മാസം ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ദാറ്റ് ഇസ് വൺ എക്സെപ്ഷൻ, ഓൺലി വൺ എക്സെപ്ഷൻ. ഒരാൾ CA ക്വാളിഫൈ ചെയ്തു, അയാൾ സെപ്റ്റംബറിൽ പരീക്ഷ എഴുതി, അയാൾ നവംബർ റിസൾട്ട് വന്നപ്പോൾ അയാൾ പാസ്സായി. നവംബറിൽ പാസ്സായി ഡിസംബർ 1-ാം തീയതി 2024 അയാൾ ഓഫീസ് തുടങ്ങി. ഡിസംബർ 1 2024 ഓഫീസ് തുടങ്ങിയാലേ അയാളുടെ ഫസ്റ്റ് പ്രീവിയസ് ഇയറിൽ എത്ര മാസമേ ഉള്ളൂ? 1 മാസോ? ഞാൻ കൈ കാണിച്ചു വെച്ചാണ്, കൈ ഇങ്ങനെ കാണിച്ചു വെച്ചാൽ തള്ളി ഇവിടെയാണ് 1 മാസം എന്നൊക്കെ. ഡിസംബർ 1 2024 പ്രാക്ടീസ് തുടങ്ങുന്ന ചാർട്ടേഡ് അക്കൗണ്ടിന് ഫസ്റ്റ് പ്രീവിയസ് ഇയർ എത്ര മാസം കാണും? 4 മാസം. ഏതൊക്കെ? ഡിസംബർ 24, ജാൻ, ഫെബ്, മാർച്ച് 25. സോ 24-25 4 മാസമേ ഉള്ളൂ. പക്ഷെ അടുത്ത വർഷം തൊട്ടോ, സെക്കൻഡ് ഇയർ തൊട്ടോ 12 months. So in case of newly started business and newly started profession for the first year, it may not be 12 months, maybe less than 12 months. ഫസ്റ്റ് ഏപ്രിലിൽ തന്നെ തുടങ്ങണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അവിടെ മാത്രം 12 മാസം താഴെ ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 12 മാസം ഉണ്ടാവും. 1 ഏപ്രിൽ 31 മാർച്ച്. കുഴപ്പമുണ്ടോ? ശരി, എന്തിനാണ് സാർ ഇങ്ങനെ പ്രീവിയസ് ഇയർ എന്നും അസസ്മെന്റ് ഇയർ എന്നും 2 കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞത് വളരെ സാവകാശമുണ്ട് ഇൻകം ടാക്സിനകത്ത്. എടുപിടി എന്നും പറഞ്ഞ് ഇൻകം കിട്ടിയ ഉടനെ നിങ്ങൾ കണക്കൊന്നും നോക്കൂല.
ആ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആവട്ടെ, ഇൻകം ഏൺ ചെയ്യുന്ന ഇയർ കംപ്ലീറ്റ് ആവട്ടെ, 31 മാർച്ച് കഴിയട്ടെ. എന്നിട്ട് നിങ്ങൾ നോക്ക് ആ വർഷം ആക്ച്വലി മൊത്തം എത്ര ഇൻകം കിട്ടിയെന്ന്. എന്നിട്ട് റിയലിസ്റ്റിക് ആയിട്ട് കണക്ക് നോക്ക്. എന്നിട്ട് ഗവൺമെന്റ് പറയുന്ന ഡേറ്റിൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തോ. ഇതാണ് ഇതിന്റെ ഐഡിയ. അപ്പം നല്ല സാവകാശമുണ്ട്, സമാധാനമുണ്ട്. ഇൻകം ഏൺഡ് ബൈ എ പേഴ്സൺ ഇൻ ദ പ്രീവിയസ് ഇയർ അസസ്ഡ് ഓൺലി ഇൻ അസസ്മെന്റ് ഇയർ, ദാറ്റ് ഈസ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞൂടെ, എല്ലാ ഫിനാൻഷ്യൽ ഇയറിനും 2 റോൾ ഉണ്ട്. അതെന്താണ് 2 ഡബിൾ റോൾ? ഒന്നെന്താണ്, ആ ഫിനാൻഷ്യൽ ഇയറിന്റെ തൊട്ട് മുമ്പിലുള്ള പ്രിസീഡിംഗ് ഇയറിന്റെ എന്തായിട്ട് അത് ആക്ട് ചെയ്യും? അസസ്മെന്റ് ഇയർ ആയിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഇയറിന്റെ എന്തായിട്ട് ആക്ട് ചെയ്യും? പ്രീവിയസ് ഇയർ. കുഴപ്പമില്ലോ. ഇനി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരൊറ്റ ചോദ്യം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പറയാൻ പോണ 5 സാഹചര്യങ്ങളിൽ ഇത് വർക്കൗട്ട് ആവൂല. ഇത് വർക്കൗട്ട് ആക്കി കഴിഞ്ഞാൽ ഗവൺമെന്റിന് അപകടമാണ്, ടാക്സ് കിട്ടൂല. അപ്പൊ ഇനി പറയുന്ന 5 സാഹചര്യങ്ങളിൽ അസസ്മെന്റ് ഇയർ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. പകരം ഇൻകം ഏൺ ചെയ്ത പ്രീവിയസ് ഇയറിൽ തന്നെ കയ്യോടെ പിടിച്ച് ടാക്സ് മേടിക്കും, ചൂടോടുകൂടി ടാക്സ് മേടിക്കും. അസസ്മെന്റ് ഇയർ കൺസെപ്റ്റ് ഇല്ലെന്ന്. കുഴപ്പമുണ്ടോ? അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1, നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ഷിപ്പിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ. നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ഷിപ്പിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ചാർട്ടർ ചെയ്തിട്ടുള്ള വിദേശ കമ്പനികളുടെ കപ്പല് ഈ പറയുന്ന ഗുഡ്സും പാസഞ്ചേഴ്സിനെയൊക്കെ ലോഡ് ചെയ്യാനോ അൺലോഡ് ചെയ്യാനോ, ഇമ്പോർട്ട് കാർഗോ എക്സ്പോർട്ട് കാർഗോയ്ക്ക് വേണ്ടി അവർ ഇന്ത്യയിൽ വരും, ഇന്ത്യയിലെ പോർട്ടിൽ വരും. ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മാസം ഇവിടെ കാണും. ആ 2-3 മാസം കപ്പലിൽ കുറെ സാധനങ്ങൾ ഇവിടെ ഇറക്കും, അടുത്ത കുറെ സാധനങ്ങൾ ലോഡ് ചെയ്യും, എന്നിട്ട് അടുത്ത് വിദേശ രാജ്യത്ത് ഏതെങ്കിലും പോർട്ടിലേക്ക് പോകും. അസസ്മെന്റ് ഇയറിൽ ഈ കപ്പൽ ഇന്ത്യയിലായിരിക്കും എന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇത് ഫോറിൻ കമ്പനിയുടെ ഷിപ്പാണ്. ഇത് ചിലപ്പോൾ അസസ്മെന്റ് ഇയറിൽ വല്ല ഗൾഫിന്റെ കടലിലായിരിക്കും, അത് കഴിയുമ്പോൾ അങ്ങ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇന്ത്യയിൽ വരണമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് നോൺ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള അല്ല, വിദേശ രാജ്യങ്ങളിലുള്ള കപ്പൽ കമ്പനികളുടെ കപ്പല് ഇന്ത്യക്കകത്ത് വന്ന് ചരക്ക് നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ കണക്ക് മൊത്തം ആ ഇയറിൽ തന്നെ തീർത്തിട്ട് പോകണം. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞ കപ്പൽ ഇവിടെ നിന്ന് പോണതിന് മുമ്പ് കണക്ക് തീർത്തിട്ട് പോയിക്കോണം. മൊത്തം ടാക്സ് ഉടച്ച് ക്ലിയർ ചെയ്തിട്ട് പോകണം. അവർക്ക് അസസ്മെന്റ് ഇയർ കൺസെപ്റ്റ് ഇല്ല. കാരണം അസസ്മെന്റ് ഇയറിൽ ഇൻകം മേടിക്കാൻ പറ്റില്ല, ടാക്സ് മേടിക്കാൻ പറ്റില്ല. അവരിവിടെ ഇല്ല. ഇന്ത്യൻ കമ്പനി അല്ല. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് എല്ലാം ഇവിടെ ഉണ്ട്, അവൻ എപ്പോഴാണ് പൊക്കാം. ഇത് ഫോറിൻ കമ്പനിയാണ്, നോൺ റെസിഡന്റ് ആണ്. അപ്പൊ അവനിവിടെ ഇല്ല. ദാറ്റ് ഈസ് വൈ ഫസ്റ്റ് സിറ്റുവേഷൻ, ഇൻകം ഏൺഡ് ബൈ നോൺ റെസിഡന്റ് ഷിപ്പിംഗ് കമ്പനീസ് ഫ്രം ഇന്ത്യ, their assessment shall be made in the previous year itself. ബിഫോർ ലീവിംഗ് ദ ഷിപ്പ്. കപ്പൽ ഇന്ത്യൻ തീരം വിട്ട് പോണതിന് മുമ്പ് ടാക്സ് അടച്ച് കണക്ക് തീർത്തിട്ട് പോകണം. നമുക്ക് അത്രയും ഡെപ്ത് ആയിട്ട് പഠിക്കാനില്ല, ഫൈനലിനാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ആ പോയിന്റ് മാത്രം, ഹെഡിങ് മാത്രം പഠിച്ചാലും മതി. നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ഷിപ്പിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ. കുഴപ്പമില്ലോ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പറയുന്ന പോയിന്റ് എന്താണ്? Generally under the income tax law, income earned by a person in the previous year liable for assessment only in the assessment year. But there are 5 circumstances where income earned by a person in the previous year liable for assessment in the previous year itself. കുഴപ്പമുണ്ടോ? അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞതാ, നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ഷിപ്പിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 172-ലാണ്. ആ സെക്ഷൻ പോകുന്ന പോക്ക് കണ്ട, നമ്മൾ പഠിക്കാൻ തുടങ്ങിയ സെക്ഷൻ 3ൽ നിന്ന് നേരെ എങ്ങോട്ട് പോവാ? 172. അപ്പൊ ഇനി ഫുൾ ലിങ്കിങ് ആണ് പ്രൊവിഷൻസ്. അപ്പൊ സെക്ഷൻ 172-ലാണ് പറഞ്ഞിരിക്കുന്നത്, നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ഷിപ്പിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ, ഇൻകം ഏൺഡ് ബൈ ദാറ്റ് ഷിപ്പ് ഫ്രം ദ പ്രീവിയസ് ഇയർ ഇൻ ഇന്ത്യ. അത് ഇവിടുന്ന് ചരക്കുകൾ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഫ്രൈറ്റ് ആയിരിക്കാം, അതിന് എക്സ്പോർട്ട് കാർഗോ എന്ന് പറയും. അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടിയുള്ള ഇമ്പോർട്ട് ഫ്രൈറ്റ് ആയിരിക്കും, വെസൽ ഫ്രൈറ്റ് അല്ലെങ്കിൽ കാർഗോയുടെ ഫ്രൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന്റെ ആയിരിക്കാം. എന്തായാലും എക്സ്പോർട്ട് ആയാലും ഇമ്പോർട്ട് ആയാലും ഇവിടെ നിന്ന് കിട്ടിയ ഫ്രൈറ്റിന്റെ മൊത്തം ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ടാക്സ് മൊത്തം അടച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ കപ്പലിനെ പോകാൻ കസ്റ്റംസുകാർ സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ കപ്പലിന് ഇവിടെ വിട്ട് പോകാൻ പറ്റില്ല. അതാണ് എന്റെ പ്രൊസീജിയർ. ദെൻ 2, പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ. എന്താണ് ലീവിംഗ്? LEAVING ആണ് ലീവിംഗ് എന്ന് പറഞ്ഞാൽ. ആ ഇന്ത്യ വിട്ട് പോകുന്നു, എടാ ജോലിക്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയാണ്, ഉടനെ ഒന്നും തിരിച്ചു വരൂല. അപ്പൊ നീ ഇനി പോയിപ്പോ നിനക്കൊരു എംപ്ലോയ്മെന്റ് വിസ കിട്ടി, 5 കൊല്ലത്തെ വിസയാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ഇന്ത്യ വിട്ട് നീ പോയി കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞാൽ വരുള്ളൂ? 5 കൊല്ലം. ബിക്കോസ് എംപ്ലോയ്മെന്റ് വിസയാണ്, ഉടനെ തിരിച്ചു വരത്തില്ല. ഇപ്പൊ വിസിറ്റിംഗ് വിസ ആണെങ്കിൽ പ്രശ്നമില്ല. കാരണം വിസിറ്റിംഗ് വിസ ആണെങ്കിൽ 3 മാസം നീ തിരിച്ചു വന്നേ പറ്റൂ. മറ്റേ എംപ്ലോയ്മെന്റ് വിസയാണ് അല്ലെങ്കിൽ ബിസിനസ് വിസയാണ്, അപ്പൊ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരണമെന്നില്ല. അപ്പൊ അസസ്മെന്റുകൾ നീ ഇവിടെ കാണില്ല. അപ്പൊ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യും, എമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നീ പോകുന്ന ഡേറ്റ് വരെയുള്ള മൊത്തം ഇൻകത്തിന് കണക്ക് തീർത്ത് ഇൻകം ടാക്സും കൂടി അടച്ചിട്ട് മാത്രമേ നിനക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് തരൂ. പ്രാക്ടിക്കലി ഇങ്ങനെ പോകുന്ന ആൾക്കാർ ചാർട്ടേഡ് അക്കൗണ്ട് എടുത്ത് വരാറുണ്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടി. അവരുടെ ടാക്സ് ലൈബിലിറ്റിയിൽ അടച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണെന്ന് സർട്ടിഫിക്കറ്റിന് വേണ്ടി വരും. അപ്പൊ നമ്മൾ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം വാങ്ങിച്ചു നോക്കി മൊത്തം വേറെ എന്തൊക്കെ ഇൻകം ഉണ്ടെന്ന് നോക്കും. എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ടാക്സ് അടപ്പിച്ച് റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണ്. നമ്മൾ എമിഗ്രേഷൻ ക്ലിയറൻസ് ഇങ്ങനെ ഒരു ഫോം വേണം. അപ്പം പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ ഇത് പറഞ്ഞ സെക്ഷൻ 174-ലാണ്. അവരും പോകുന്ന ഇയറിൽ അതുവരെയുള്ള ഇൻകത്തിന് ടാക്സ് അടച്ചിട്ടേ പോകാൻ പറ്റൂ. അപ്പൊ അവർക്ക് പിന്നെ അസസ്മെന്റ് ഇയർ വരെ കാത്തിരിക്കാൻ പറ്റില്ല. കാരണം അസസ്മെന്റ് ഇയറിൽ അവന് ഇവിടെ ഇല്ല.
അപ്പൊ പിന്നെ അവ വിദേശത്ത് പോയി അവനെ തപ്പേണ്ടി വരും ടാക്സ് അടയ്ക്കാൻ വേണ്ടി. അപ്പൊ അവന്റെ പുറകെ നടക്കാൻ വയ്യ ഗവൺമെന്റ്. സോ ദാറ്റ് ഇസ് വൈ ദേ മേഡ് ദ സിസ്റ്റം. ഇന്ത്യ വിട്ട് പോകുന്ന കേസാണോ അത് വിസിറ്റിംഗ് വിസയാണ് കുഴപ്പമില്ല. എംപ്ലോയ്മെന്റ് ബിസിനസ് വിസയിൽ പോകുന്നതാണോ അതുവരെയുള്ള ഇൻകത്തിന് നീ എന്നാണോ പോകുന്നത് ഏപ്രിൽ 1 തൊട്ട് നീ പോകുന്ന ഡേറ്റ് വരെയുള്ള ഇൻകത്തിന് അപ്പൊ തന്നെ കണക്ക് നോക്കി ടാക്സ് അടച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് രണ്ടാമത്തത്. പേഴ്സൺസ് ലീവിംഗ്, രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ? രണ്ടാമത്തെ. പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ 174. മൂന്നാമത്തെ 174A ജോയിന്റ് വെഞ്ചർ. ഈ ജോയിന്റ് വെഞ്ചറിന്റെ കൺസെപ്റ്റ് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയാണ് അവർ ഉണ്ടാക്കുന്നത്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി പ്രോഫിറ്റ് വീതിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ജോയിന്റ് വെഞ്ചറിന് അവർ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും, പിരിച്ചുവിടും, എല്ലാവരും ഷെയർ ചെയ്ത് സെറ്റിൽ ചെയ്ത് വിടും. അപ്പൊ പ്രീവിയസ് ഇയറിൽ ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കി ഇൻകം ഏൺ ചെയ്തു, എന്നിട്ട് അവർ പിരിച്ചു വിട്ടു, എല്ലാവരും ഷെയർ ചെയ്ത് പിരിച്ചു വിട്ടു. അസസ്മെന്റ് ഇയറിൽ അങ്ങനെ ഒരു ജോയിന്റ് വെഞ്ചർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെയും ടാക്സ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അസസിംഗ് ഓഫീസർ അസസ്മെന്റ് ഇയറിൽ ടാക്സ് കളക്ട് ചെയ്യാനെന്ന് പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആ ജോയിന്റ് വെഞ്ചർ അവിടെ ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അവർ പിരിഞ്ഞു പോയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു അസോസിയേഷനോ പേഴ്സണോ ബോഡി ഓഫ് ഇൻഡിവിജ്വലോ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണോ ഒരു പർട്ടിക്കുലർ ഈവന്റിന് വേണ്ടിയോ പർപ്പസിന് വേണ്ടിയോ ഫോം ചെയ്തതാണ്. അത് കഴിയുമ്പം അവര് ഡിസോൾവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് ഡിപ്പാർട്ട്മെന്റിന് തോന്നിയാൽ പ്രീവിയസ് ഇയറിൽ അവർ ഇൻകം ഏൺ ചെയ്യുന്ന ഇയറിൽ തന്നെ അവരെ ഇൻകത്തിന്റെ കണക്ക് അസസ് ചെയ്യുക, ടാക്സ് മേടിക്കുക, എന്നിട്ട് മാത്രം ഡിസോൾവ് ചെയ്യാൻ സമ്മതിക്കുക. ഇതാണ് മൂന്നാമത്തെ 174A. ആ ഹെഡിങ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. അകത്തുള്ള കണ്ടന്റ് വേണമെന്നില്ല. കാരണം ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ 2 മാർക്കിനോ 3 മാർക്കിനാണ് ചോദിക്കാറ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ ഹെഡിങ് മാത്രം എഴുതിയാൽ മതി, ഓരോ സെന്റൻസ് വീതം പറഞ്ഞു പോയാൽ മതി. അപ്പൊ ഇതാണ് മൂന്നാമത്തെ. അപ്പൊ ഒന്നാമത്തെ 172 നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ഷിപ്പിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ. 174 പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ. പിന്നെ 174A അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഫോർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ വെഞ്ചർ ഓർ പർപ്പസ് ആൻഡ് ദെൻ ഡിസോൾവ്ഡ്. നെക്സ്റ്റ് സെക്ഷൻ 175. 175 എന്ന് പറയുന്നത് കള്ളന്മാരെ ഇട്ട് പണി കൊടുക്കാൻ വേണ്ടി വലിയ വലിയ വമ്പൻ കള്ളന്മാർക്കുള്ള പണിയാണ് 175. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഗവൺമെന്റിന് ഒരുപാട് ടാക്സ് അടയ്ക്കാനുണ്ട്, ഒത്തിരി ടാക്സ് ലൈബിലിറ്റി ബാധ്യതയുള്ള ആളാണ്. അപ്പൊ അവനെതിരെ ഒരുപാട് കേസൊക്കെ നടക്കുകയാണ്. അവൻ എന്ത് ചെയ്യും? നൈസായിട്ട് ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവന്റെ പേരിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ, അവന്റെ പ്രോപ്പർട്ടികൾ ബിനാമി പേരിൽ വേറെ പേരുകളിലേക്ക് മാറ്റും. കാരണം അവന്റെ പേരിലാണല്ലോ കേസ്. പ്രോപ്പർട്ടി നൈസായിട്ട് വേറെ ആൾക്കാരുടെ പേരിലാക്കും. അല്ലെങ്കിൽ ഈ ടാക്സിന്റെ കേസ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നൈസായിട്ട് ആരും അറിയാതെ അവന്റെ പ്രോപ്പർട്ടി വേറെ ആൾക്കാർക്ക് വിൽക്കും, വിറ്റ് കാശാക്കി കാശ് വേറെ സ്ഥലത്തോട്ട് മാറ്റും. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ടാക്സ് റിക്കവർ ചെയ്യാൻ വേണ്ടി വരുമ്പോഴേ അവന്റെ ആസ്തിയൊന്നുമില്ല. ഇൻകം ടാക്സിലെ നിയമം അങ്ങനെയാണ്. ഒരാളെ ടാക്സ് അടച്ചില്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ പ്രോപ്പർട്ടി എല്ലാം കൂടെ ജപ്തി ചെയ്ത് അതിനെ ലേലം വിളിച്ച് അതിൽ നിന്ന് ടാക്സ് റിക്കവർ ചെയ്യാനാണ് വകുപ്പ്. ഇതവനറിയാം. അതുകൊണ്ട് ലേലം വിളിക്കാൻ ഡിപ്പാർട്ട്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ, പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രോപ്പർട്ടി അവൻ വിൽക്കും. അങ്ങനെ ചെയ്താൽ വലിയ വലിയ മിടുക്കന്മാരുണ്ട്. ഉദാഹരണത്തിന് വിജയ് മല്യ ഇവിടുന്ന് മുങ്ങണതിന് മുമ്പ് അവന്റെ നല്ല അടിപൊളി പ്രോപ്പർട്ടീസ് എല്ലാം നേരത്തെ തന്നെ വിറ്റു. അവന് ഒരുപാട് ഷെയറുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, ഒത്തിരി ലാൻഡ് ഉണ്ടായിരുന്നു, ഒത്തിരി ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. അയാൾ അതെല്ലാം ബാംഗ്ലൂരിലേക്കുള്ള ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ വിറ്റു. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിനെ പിടിക്കാൻ വേണ്ടി കുറച്ച് അവൻ ഇട്ടിട്ടാണ് പോയത്. കുറച്ച് ഓടാത്ത കുറെ പാട്ട പ്ലെയിനും പിന്നെ ഗോവയിലും കണ്ടുള്ള 1-2 ഫ്ലാറ്റും പിന്നെ അവന്റെ കുറെ കാറുകളും സ്പോർട്സ് കാറുകളും ഇതൊക്കെ അവനോട് ഇട്ടിട്ട് പോയി. അപ്പൊ അതെല്ലാം കൂടെ ഡിപ്പാർട്ട്മെന്റ് എടുത്തു. എന്നാൽ പോലും ഡിപ്പാർട്ട്മെന്റിന് കിട്ടേണ്ട പൈസയുടെ 4 പോലും കിട്ടിയിട്ടില്ല. കാരണം എത്രയോ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന 36,000 35,000 അങ്ങനെ അത്രയും കണ്ട കോടി രൂപയാണ് സർവീസ് ടാക്സും GSTയും ഇൻകം ടാക്സും ആയിട്ടൊക്കെ ഈ വിജയ് മല്യ അടയ്ക്കാനുള്ളത്. അപ്പൊ അയാളാണ് മുങ്ങിപ്പോയത്. ഇത് RCB കപ്പടിച്ചപ്പം കമന്റ് കിട്ടിയിട്ടുണ്ടല്ലോ അയാളല്ലേ. ഞാൻ തുടങ്ങിയ ടീം ഇപ്പോഴാണ് കപ്പടിച്ച സന്തോഷം. അപ്പൊ താഴെ ഒരുത്തം എന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടായിരുന്ന SBI എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. വാ നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് ആഘോഷിക്കാൻ പോരെ. വന്നിട്ടില്ലല്ലേ കക്ഷി, ഇപ്പോഴും അവിടെ ഇല്ലേ, UK അയാള് വന്നിട്ടില്ലല്ലോ. വിജയ് മല്യയുടെ കഥ അറിഞ്ഞൂടെ? അയാള് വലിയ പറഞ്ഞ എന്താണ് ആ വിമാന കമ്പനിയുടെ പേരെന്താണ്? കിങ്ഫിഷർ യുണൈറ്റഡ് ബിവറേജസ്. കിങ്ഫിഷർ ബിയറും പിന്നെ കിങ്ഫിഷർ വലിയ ഗ്രൂപ്പല്ലായിരുന്നു. അയാള് ഇവിടെ നിന്ന് മുങ്ങണതിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യായിരുന്നു. ഇൻകം ടാക്സിന്റെ പ്രൊവിഷനൊക്കെ ഉണ്ട്. അയാളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ ശ്രമിക്കുകയാണ്, ടാക്സ് ഇവേഷന് വേണ്ടിയാണ് എന്ന് കണ്ടാൽ ഡിപ്പാർട്ട്മെന്റിന് അഡ്വാൻസ് ആയിട്ട് അത് തടഞ്ഞിട്ട് അത് മൊത്തം പിടിച്ചെടുക്കേണ്ട പ്രൊവിഷനാണിത്. പക്ഷെ ഇത് ചെയ്തിട്ടില്ല. അയാൾ എന്തോ ഇടയ്ക്ക് ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടാണ്, അല്ല അയാളുടെ അറിവോടെയാണ് ഞാൻ പോയെന്ന് അങ്ങനെ ഒരു കമന്റ് അയാൾ ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര സീനായി. കാരണം അരുൺ ജെയ്റ്റ്ലി അന്ന് BJPയുടെ ധനമന്ത്രി എങ്ങാണ്ടാണ് ആ സമയത്ത് അരുൺ ജെയ്റ്റ്ലി. അപ്പൊ ഇന്ത്യയുടെ ധനമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് രാഷ്ട്രീയ ആരോപണമായല്ലോ, BJPക്ക് ആകെ ക്ഷീണമായി. ഇപ്പൊ ഇപ്പം കണ്ട വിജയ് മല്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയാൾ പിന്നെ മിടുക്കനാണ്. അയാൾ ആരാമോ, അയാൾ ഭയങ്കര കിടിലമാണ് വിജയ് മല്യയെ. അയാളും കിടിലാണ്, അയാളുടെ വക്കീലന്മാരുടെയൊക്കെ ബുദ്ധി ഭയങ്കരമാണ്. ഈ വിജയ് മല്യ UK കടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ഇത് പിടിക്കുമെന്നും
UK അടുത്ത് ഇയാളെ പിന്നെ കുറ്റവാളിയെ കൈമാറുന്ന നിയമപ്രകാരം കൈമാറാൻ ആവശ്യപ്പെടുമെന്നും അങ്ങനെ ഇന്ത്യയിലേക്ക് UK പോലീസ് ഇയാളെ പിടിച്ച് ഇന്ത്യയിലോട്ട് കൊടുക്കും എന്നൊക്കെ അയാൾക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാതിരിക്കേണ്ട വഴി വരെ ആലോചിച്ചിട്ടാണ് അയാൾ പോയത്. അയാൾ ഭയങ്കര കിടിലമാണ്. അയാളുടെ ഈ കിങ്ഫിഷറിന്റെ പഴയ കലണ്ടർ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അയ്യോ, അതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. കിങ്ഫിഷറിന്റെ കലണ്ടർ നല്ല രസമാണ്. ഇദ്ദേഹം നടുക്കിൽ ഇങ്ങനെ നിൽക്കും. ഈ റൈറ്റ് സൈഡിൽ ഒരു 6 പെമ്പിള്ളര്, ഈ റൈറ്റ് സൈഡിൽ ഒരു 6 പെമ്പിള്ളര്, ഈ 12 എണ്ണത്തിനും കൂടെ തോളിൽ ഇങ്ങനെ കഴിഞ്ഞ. അപ്പൊ കശി അറിയാലോ, വളരെ സൈസുള്ള ഒരാളാണ്, കണ്ടിട്ടില്ലേ? അപ്പൊ കശി ഇവരെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കും, എന്നിട്ട് ഫോട്ടോ എടുക്കുക. അങ്ങനെയാണ് അയാളുടെ ഫോട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു കൊച്ചു കൃഷ്ണനായിരുന്നു ഈ പറഞ്ഞ വിജയ് മല്യ എന്ന് പറയുന്ന ആൾ. അത് അയാളുടെ കഴിവാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇയാൾക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ടായിരുന്നു. അയാൾ ആ കൂട്ടത്തിൽ, പക്ഷെ ഇവരെല്ലാം കൂട്ടുകാരിയല്ലേ, ഫ്രണ്ട്സ് ആണ്. അവരാരെയും ഒഫീഷ്യലി അയാൾ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഇവരോടെല്ലാം അയാൾ ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ UK ഒരു ബ്രിട്ടീഷ് എയർ ഹോസ്റ്റസിനെ അയാൾ ഒഫീഷ്യലി കല്യാണം കഴിച്ചു. എന്നിട്ട് അവിടെ ആ മാരേജ് അയാൾ രജിസ്റ്റർ ചെയ്തു. അവർക്ക് വെഡിങ് റിംഗ് എല്ലാം ഇട്ട് കൊടുത്തു. അപ്പൊ എന്നിട്ട് ഇതൊന്നും ആരും അറിയുന്നില്ല. എന്നിട്ട് ഈ കേസെല്ലാമായി UK പിടിച്ച് ഇങ്ങോട്ട് കൈമാറാൻ നേരത്ത് ഈ വിജയ് മല്യയുടെ വക്കീല് അവിടെ കോടതി കൊണ്ടതിന്റെ മൊത്തം പ്രൂഫ് കൊടുത്തിട്ട് പറഞ്ഞു, ഇയാള് UK ഒരു പെൺകുട്ടി UK റെസിഡന്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മാരി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കോടതി എവിടെന്ന് ചോദിച്ചു, മൊത്തം കൊടുത്തു. ഈ UK കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം UK ഒരു സിറ്റിസണെ, ഒരു പെണ്ണിനെയോ ആണിനെയോ വേറൊരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ UK കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ മൊത്തം അയാൾക്ക് കിട്ടും. അപ്പൊ അത് എന്ത് കേസായി? UK കോൺസ്റ്റിറ്റ്യൂഷണൽ കേസായി. കോൺസ്റ്റിറ്റ്യൂഷണൽ കേസ് എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ ആയുസ് തീരുമ്പോഴേ വിധി വരാറുള്ളൂ. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ. കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ അതൊക്കെ വാദിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ വക്കീല് വാദിച്ച് ജഡ്ജിയെ കേട്ട് വരണ്ടേ. അപ്പോ അയാൾക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല പ്രായമുണ്ടല്ലോ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, അയാൾക്ക് ഇനി ശിഷ്ടകാലം അയാൾക്ക് ഇവിടെ തന്നെ ജീവിക്കാം, UK തന്നെ ജീവിക്കാം. കാരണം ഇതിന്റെ വിധി ഇനി എന്ന് വരാനാണ്. അപ്പൊ ആ പെണ്ണിനെ വിളിച്ച് ചോദിച്ചു, ഉള്ളതാണ്, പിന്നെ കല്യാണം കഴിച്ച എന്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? അതാണ് ഒരു നൂലാമാല. അതാണ് അത്ര എളുപ്പത്തിൽ UK നിന്ന് വിജയ് മല്യ ഇങ്ങോട്ട് കിട്ടില്ല. കാരണം അയാൾ ഈ പഴുതെല്ലാം അടച്ചിട്ടാണ് അയാൾ പോയത്. അയാൾ ഭയങ്കര മിടുക്കനാ. അപ്പോ കുറെ ടീമുകളുണ്ടല്ലോ ഇങ്ങനെ. അപ്പൊ അയാൾ ഇപ്പോഴും അവിടെ ഈ പറഞ്ഞ അവിടെ പോയി അടിപൊളിയായിട്ട് ചൂടുകുളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഉള്ളവർ അവന്റെ ടാക്സ് റിക്കവർ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടുകുളി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചൂടുകുളി എന്ന് പറഞ്ഞാൽ സ്റ്റീം ബാത്ത്. സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇല്ലേ വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി. ഒരു പാനയിൽ കുറെ വെള്ളം നിറച്ച് നല്ല തിളപ്പിച്ചിട്ട് അതിന്റെ ആവി വരുമ്പോൾ നമ്മളിങ്ങനെ മൂടി ഇരുന്നാൽ മതി. അപ്പൊ നമ്മൾ കുളിക്കും. അതാണ് സ്റ്റീം ബാത്ത്. അപ്പൊ അയാൾ അവിടെ മസാജ് ഒക്കെ ചെയ്ത് സ്റ്റീം ബാത്ത് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ SBIയും ബാക്കി എല്ലാവരും കൂടെ അയ്യോ ഇത്ര കോടി കിട്ടാനുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കോമഡിയാണ്. അപ്പോ ഇയാൾ ഈ RCB കപ്പടിച്ചപ്പോ ആ കമന്റ് ഇട്ടതിന്റെ താഴെ അവനെ എഡിറ്റ് ചെയ്തിട്ട് SBI ട്വീറ്റ് ചെയ്തിരിക്കുന്നതിനായിട്ട് താഴെ കാണിച്ചിരിക്കുകയാണ്. അതിൽ SBI പറയണം, ബാ നമുക്ക് ഒരുമിച്ച് ഇവിടെ ആഘോഷിക്കാന്ന്, വിജയം ആഘോഷിക്കാന്ന്. ഒരു സർക്കാസമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും വിജയ് മല്യയുടെ അത് ഭയങ്കര കോമഡിയാണ്. വിജയ് മല്യ സർവീസ് ടാക്സ് അടയ്ക്കാനുണ്ട്. എത്ര ആയിരം കോടി രൂപ അയാളുടെ സ്പൈസ് ജെറ്റ് എയർലൈൻസ്, സ്പൈസ് ജെറ്റ് എന്നല്ലേ എന്റെ പേര്, അല്ല കിങ്ഫിഷർ, സോറി സ്പൈസ് ജെറ്റ് അല്ല കിങ്ഫിഷർ. ഈ കിങ്ഫിഷർ എയർലൈൻസിന്റെ ടാക്സ് ഡിമാൻഡ് പിടിക്കാനായിട്ട് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കിങ്ഫിഷർ എയർലൈൻസിന്റെ വിമാനങ്ങളെ അറ്റാച്ച് ചെയ്തു, പിടിച്ചെടുത്തു, കോൺഫിസ്കേറ്റ് ചെയ്തു. എനിക്കൊന്ന് 8-10 വിമാനങ്ങൾ പിടിച്ചെടുത്തു. ഈ പിടിച്ചെടുത്ത വിമാനങ്ങളെ ബോംബെയിലാണോ ബാംഗ്ലൂരിലാണോ എന്ന് പറഞ്ഞൂടെ എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ടു. ഇവര് അറ്റാച്ച് ചെയ്ത് അവിടെ കൊണ്ടിട്ടു. എന്നിട്ട് ഇത് ലേലം വിളിക്കാൻ തീരുമാനിച്ചു. കാരണം ഇവരെ സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിമാനം ഓടിക്കാനല്ലല്ലോ, അത് വിറ്റ് പൈസ എടുക്കാനല്ലേ. അപ്പൊ ഓപ്ഷൻ വെച്ചു, ലേലം വെച്ചു. അപ്പൊ ലേലം വെച്ചപ്പോ ലേലത്തില് വന്നവർക്ക് ആർക്കും ഇയാളുടെ വിമാനം വേണ്ട. ഇപ്പൊ അതങ്ങനെയാണല്ലോ, ഒരാൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാരൊന്നും ഭയങ്കര വില ഇടിച്ചല്ലേ പറയുള്ളൂ. അപ്പൊ വേറെ വിമാന കമ്പനികളൊക്കെ പറഞ്ഞു അത് വേണ്ട, അത് പാട്ട വണ്ടിയാണ്, വേണമെങ്കിൽ ഒരു ചെറിയ പൈസക്കൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം GST ഡിപ്പാർട്ട്മെന്റ് സർവീസ് ടാക്സ്, ഇപ്പൊ GST പണ്ട് സർവീസ് ടാക്സ്, കേസ് നടക്കുമ്പോൾ സർവീസ് ടാക്സ് ആണ്, അന്ന് GST വന്നിട്ടില്ല. അപ്പൊ സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രതീക്ഷിച്ചത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു വിമാനത്തിന് എനിക്ക് തോന്നുന്നു ഒരു എത്ര 80 കോടിയോ 90 കോടിയോ ചെറിയ വിമാനം അവിടെ ഒരു പ്രതീക്ഷിച്ചാണ്. അതിന് ആൾക്കാരൊന്ന് കോട്ട് ചെയ്ത് 5 കോടിയൊക്കെയാണ്. അപ്പൊ അങ്ങനെ അവർക്ക് ആകെ അവർ പറഞ്ഞു എന്നാ പിന്നെ വേണ്ട അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇട്ടിരുന്നു. എവിടെ? എയർപോർട്ടിൽ. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവർക്ക് ഒരു ഡിമാൻഡ് നോട്ടീസ് കൊടുത്തു, അവർക്ക് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്. ഈ സാധനം ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇത്രയും നാൾ ഇവിടെ സ്റ്റോർ ചെയ്തതിന്റെ ചാർജ് ആയിട്ട് 2000 കോടിയോ അങ്ങനെ എത്ര രൂപ നമുക്ക് അയക്കണമെന്നും പറഞ്ഞിട്ട് അവര് കൊടുത്തു. അവസാനം അത് അവിടെ നിന്ന് കണ്ട പൊക്കിയെടുത്ത് വേറെ എവിടെ കൊണ്ടിട്ട് എന്നിട്ട് അതിന് പൊളിച്ചു വിറ്റോ ആക്രിയാക്കി എന്തിനാണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. ഇത് അങ്ങനെ എടുക്കുക. വളരെ രസകരമായ കഥയാണ്. ഏറ്റവും കോമഡി എന്ന് പറഞ്ഞതെല്ലാം ഇവിടെ നടക്കുമ്പോൾ അയാൾ എവിടെ ഉണ്ട്? അയാൾ അവിടെ ഈ ചൂടുകുളി നടത്തി ഫുള്ള്. അയാൾക്ക് ചിരിയായിരിക്കും ഇടത്തെ കണ്ടിട്ട്, ഓ എന്നാ കഷ്ടം എന്നൊക്കെ.
പിന്നെ ഇവർക്ക് അല്ലാതെ കുറച്ച് അസറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരിലെങ്ങാനുള്ള ഗോവയിൽ ഇയാൾക്ക് ഒരു വലിയൊരു ആഡംബര വസതി ഉണ്ടായിരുന്നു, അതിന് സർവീസ് ടാക്സ് അറ്റാച്ച് ചെയ്തു. പിന്നെ ബാംഗ്ലൂരിലെ യുണൈറ്റഡ് ബിവറേജസിന്റെ തന്നെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയൊരു ബിൽഡിംഗ് അത് അവർ അറ്റാച്ച് ചെയ്തു. പിന്നെ ഇയാളുടെ കുറെ ഫെറാരിയുടെയും ഈ പറയുന്ന ജാഗ്വാറിന്റെ ഒക്കെ കുറെ വണ്ടികളുണ്ടായിരുന്നു, എല്ലാം മറ്റേ ആഡംബര വണ്ടികളാണ്, സ്പോർട്സ് കാറുകളാണ്, 2 സീറ്ററൊക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ വണ്ടികളൊക്കെ അവർ അറ്റാച്ച് ചെയ്തു. അതൊക്കെ ഒരു ലേലത്തിൽ വെച്ച് അതിന്റെയൊക്കെ പൈസ കിട്ടി. പക്ഷെ ഇനിയും ആയിരക്കണക്കിന് കോടി രൂപ കിട്ടാനുണ്ട്. അപ്പൊ അയാളെ ഇങ്ങോട്ട് കൈമാറാതെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? അയാളെ പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ പൈസ? പൈസ കിട്ടണ്ടേ? അയാൾ പറ്റുന്ന മാക്സിമം ആസ്തിയൊക്കെ അവർ ചെയ്തു. ബട്ട് ദാറ്റ്സ് കേസ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അതിങ്ങനെ നീണ്ടു പോകും. കാരണം അയാൾ മരിക്കുന്നവരെ ആ കേസ് കാണും. എന്തായാലും അയാൾ പ്രായ അയാളല്ലേ, കുറെ നാളും കൂടെ ഒക്കെ അയാൾ ജീവിക്കുമായിരിക്കും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. ഇനി സാധാരണക്കാരൻ വല്ല ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ പിന്നെ മറ്റേ ജപ്തി, ആമീന്, പോലീസ്, പിന്നെ ആത്മഹത്യാശ്രമം, എന്തൊക്കെ ബഹളമല്ലേ. അപ്പൊ എടുക്കുമ്പം വലിയ ലോൺ എടുക്കാവൂ, ചെറിയ പൈസ എടുക്കരുത്. മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് വലിയ പൈസ എടുക്കാവൂ. പിന്നെ എയർ ഹോസ്റ്റസിന്റെ കാര്യവും മറക്കരുത്. ഓക്കെ. അപ്പൊ 176 ലാസ്റ്റ് സിറ്റുവേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എ പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ഹിയർ ദ വേർഡ് ട്രാൻസ്ഫർ മീൻസ് സെയിൽ അല്ലെങ്കിൽ പാർട്ട് വിത്ത്, അതായത് അവകാശം വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതാണ്. പേഴ്സൺ ലൈക്ലി ടു സെൽ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. അപ്പൊ അങ്ങനെ സംശയം ഡിപ്പാർട്ട്മെന്റിന് തോന്നിയാലേ ആ ഡൗട്ട് വരുന്ന ഉടനെ തന്നെ നേരെ വന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് നേരെ കൈയോടുകൂടി അവനെ പിടിക്കുക, അവൻ ആ പ്രോപ്പർട്ടി വിൽക്കാൻ ശ്രമിക്കുന്നത് തടയുക, എന്നിട്ട് കൈയോട് ആ പ്രോപ്പർട്ടി ഗവൺമെന്റ് അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് ടാക്സ് മൊത്തം പിരിച്ചെടുത്തതിന് ശേഷം വല്ല മിച്ചം ഉണ്ടെങ്കിൽ അവന് കൊടുക്കുക. ഇതാണ് ആ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത്. പേഴ്സൺ ട്രൈങ് ടു ഡിസ്പോസ് അല്ലെങ്കിൽ സെൽ ഹിസ് പ്രോപ്പർട്ടി വിത്ത് എ വ്യൂ ടു അവോയ്ഡ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്. അപ്പൊ ഇത് ഫ്രോഡാണ്. ഫ്രോഡ് തടയാൻ വേണ്ടിയുള്ള പ്രൊവിഷനാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പ്രൊവിഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവരത് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം വിജയ് മല്യയുടെ ഗ്രൂപ്പ് പൊട്ടിത്തുടങ്ങിയ സമയത്തെ സൂചനകൾ ഉണ്ടായിരുന്നത് അധികം താമസിച്ചത് പൊളിയും എന്ന് മാത്രമല്ല, പൊതുവെ ഇങ്ങനെയുള്ള റിച്ച് ആൾക്കാരുടെ എല്ലാം ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അവർ മുങ്ങും. ഏതെങ്കിലും ടാക്സ് ഹെവൻ കൺട്രീസിൽ പോയി മുങ്ങും. ഈ പറഞ്ഞ UK-യിലോ പിന്നെ സൈപ്രസിലോ മൗറീഷ്യസിലോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇവർ പോയി മുങ്ങുന്നത്. ഇപ്പൊ നീരവ് മോദി എന്ന് പറഞ്ഞൊരുത്തരുണ്ടല്ലോ, അവനും ഇവിടെ UK-യിലോട്ടല്ലേ പോയത്, നീരവ് മോദി. ചിലരെ മാത്രം മുങ്ങാൻ അവസരം കിട്ടിയിട്ടില്ല, ആരും പിടിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സഹാറയുടെ സുബ്രത റോയ്, അയാളെ പക്ഷെ പിടിച്ചു അയാളെ അറസ്റ്റ് ചെയ്തു. എനിക്കൊന്ന് ജയിലിൽ കിടന്നാൻ തോന്നുന്നു അയാൾ മരിക്കുന്നത്. സഹാറ അറിഞ്ഞൂടെ, പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയുടെ സ്പോൺസറാണ് സഹാറ. അത്ര വലിയ ഗ്രൂപ്പായിരുന്നു. ഫ്രോഡ് കാണിച്ചു, അവസാനം പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലൊക്കെ ആയിരുന്നു, തീഹാർ ജയിലിലും കണ്ടായിരുന്നു. അവസാനം അവിടെ കിടന്ന അയാൾ തട്ടിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും സുബ്രത റോയ് എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. ചിട്ടി പോലത്തെ എന്തോ സംഭവം തുടങ്ങിയിട്ട് പൊളിഞ്ഞാണ്. ആയിരക്കണക്കിന് കോടി രൂപ അയാൾ കൊണ്ടുപോയത്. അപ്പോ അത് അയാൾക്ക് മുങ്ങാൻ സമയം കിട്ടിയില്ല, അതിനുമുമ്പ് പിടിച്ചു. പക്ഷെ ഇവരെല്ലാം മുങ്ങി. പക്ഷെ പ്രൊവിഷൻ ഉണ്ട്, മുങ്ങാൻ പറ്റാത്ത, ഇപ്പൊ എയർപോർട്ട് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അവരെ പിടിച്ചു വയ്ക്കാൻ പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്തില്ല. അറിഞ്ഞോ അറിയാതെയോ അയാൾ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ പറഞ്ഞ മല്ലിയും ഈ മറ്റേ നീരവ് മോദി, വേറെ ആരോ കൊണ്ട് 2-3 ടീമുണ്ടല്ലോ ഇവിടെ വലിയ വലിയ കള്ളന്മാര്. നീരവ് മോദിയുടെ ഇടയ്ക്ക് ഒരു ഫോട്ടോ വന്നായിരുന്നല്ലോ, UK-യിലെ ഫുട്പാത്തിൽ കൂടെ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് തണുപ്പിൽ കടലേക്ക് തിന്നുകൊണ്ട് ഇങ്ങനെ പോണത് ഒരു സീന്. അത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അയാൾ കൂളായിട്ട് കിടപ്പുണ്ട് അവിടെ. അപ്പൊ ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, സെക്ഷൻ 176. ഒരാള് ബിസിനസ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയിൽ പാതി വഴിയിൽ വെച്ചിട്ട് അയാൾ ബിസിനസ് അടച്ചുപൂട്ടി, അയാളെ ബിസിനസ് നിർത്തി, ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അയാള് ഇവിടെ നിന്ന് മുങ്ങാൻ ചാൻസ് ഉണ്ട്. അയാൾ അസസ്മെന്റ് ഇയറിൽ ഇതിന് ടാക്സ് അടയ്ക്കത്തില്ല. ഡിസ്കണ്ടിന്യൂ ചെയ്ത ഡേറ്റ് വരെ ഉള്ള ഇൻകത്തിന് ടാക്സ് അടയ്ക്കാതെ അയാൾ മുങ്ങും എന്ന് ഡിപ്പാർട്ട്മെന്റിന് സംശയം തോന്നിയാൽ അയാൾ എന്നാണോ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ആ ഡേറ്റ് വരെയുള്ള ഇൻകത്തിന് ഡിസ്കണ്ടിന്യൂ ചെയ്ത ഇയറിൽ തന്നെ ടാക്സ് മേടിക്കാം. ഇത് സംശയം ഇപ്പൊ അവസാനം പറഞ്ഞ 2 എണ്ണം, അതായത് 175-ഉം 176-ഉം ഡിപ്പാർട്ട്മെന്റിന് ഡൗട്ട് തോന്നിയാൽ മാത്രം ചെയ്താൽ മതി, ഡൗട്ട് ഉണ്ടെങ്കിൽ. പക്ഷെ ആദ്യം പഠിച്ച 3 എണ്ണം കമ്പൽസറിയാണ്, പ്രീവിയസ് ഇയറിൽ തന്നെ അസസ് ചെയ്യണം. പക്ഷെ ഈ 2 കേസിലും 175-ലും 176-ലും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ബിസിനസിന്റെ കേസിലും ഒരു വ്യക്തി അയാളുടെ പ്രോപ്പർട്ടി ടാക്സ് ഇവേഷന് വേണ്ടി വിൽക്കാൻ ശ്രമിക്കുന്ന കേസിലും സംശയം തോന്നിയാൽ മാത്രം ചെയ്താൽ മതി. ഇതാണ് ആ ഷോർട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ. ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ ദ ഇൻകം ടാക്സ് ലോ വെയർ ഇൻകം ഏൺഡ് ബൈ ദ പേഴ്സൺ ഇൻ ദ പ്രീവിയസ് ഇയർ ലയബിൾ ഫോർ അസസ്മെന്റ് ഇൻ ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ്? അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാം: വാട്ട് ആർ ദ കേസസ് വെയർ ദർ ഇസ് നോ അസസ്മെന്റ് ഇയർ കൺസെപ്റ്റ്, അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ റൂള് ആപ്ലിക്കബിൾ അല്ലാത്ത കേസുകൾ ഏതൊക്കെ? അതായത് പ്രീവിയസ് ഇയറിൽ തന്നെ ഇൻകം അസസ് ചെയ്യുന്ന കേസുകൾ ഏതൊക്കെ? അപ്പൊ ഇത് ഏത് ചോദിച്ചാലും ഈ 5 പോയിന്റ് ആണ്. ചിലപ്പോൾ ഇതിനകത്തുള്ള ഓരോ പോയിന്റ് ആയിട്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യനും ചോദിക്കാം. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വിജയ് മല്യ പോലത്തെ അതുപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് പരീക്ഷയ്ക്കിടയ്ക്ക് ചോദിച്ചിരുന്നത്.
ഒരാൾ എത്രയോ ലക്ഷം രൂപ ടാക്സ് ഡിമാൻഡ് ഉണ്ട്, അയാൾ ടാക്സ് അടച്ചിട്ടില്ല, അയാളുടെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഇയാളുടെ ഇൻകത്തിന് എപ്പോഴാണ് അസസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ, ആ ഇയറിൽ തന്നെ അസസ് ചെയ്യണം. ആ പ്രോപ്പർട്ടി വിൽക്കാൻ ശ്രമിക്കുന്ന ഇയറിൽ തന്നെ അയാളുടെ ഇൻകത്തിന് അസസ്മെന്റ് തീർക്കണം. അസസ്മെന്റിലൂടെ കാത്തിരിക്കാൻ പാടില്ല. ഇനി അതല്ല, ഡയറക്റ്റ് ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം. ഈ പറഞ്ഞ 5 പോയിന്റുകൾക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, ആക്സിലറേറ്റഡ് അസസ്മെന്റ്. വാട്ട് ഡു യു മീൻ ബൈ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. ആക്സിലറേറ്റഡ്, പെട്ടെന്ന് ചെയ്യുന്ന അസസ്മെന്റ്. അപ്പൊ അങ്ങനെ ചോദിച്ചാലും ഇതാണ് ഉത്തരം. ഈ 5 പോയിന്റ് കഴിഞ്ഞു. ആ സെക്ഷൻ 3 കഴിഞ്ഞു. അപ്പൊ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ഇത്രയാണ് നമ്മളിപ്പോ നോക്കിയത്. ഇപ്പൊ സെക്ഷൻ 3 ആണ് പ്രീവിയസ് ഇയർ. സെക്ഷൻ 2 സബ്സെക്ഷൻ 9 അസസ്മെന്റ് ഇയർ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. അസസ്മെന്റ് ഇയർ സെക്ഷൻ 3 പറഞ്ഞിരിക്കുന്നത്. അസസ്മെന്റ് ഇയർ എന്നുള്ള വേർഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 9 29 27 അസസി 29 അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നേ. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന, അത് കഴിഞ്ഞ് വരുന്ന ഇയറിനെ വിളിക്കുന്ന പേരാണ് അസസ്മെന്റ് ഇയർ. അത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 9 2 സബ്സെക്ഷൻ 7 അസസിയുടെ ഡെഫിനേഷൻ ആണ്. 2 സബ്സെക്ഷൻ 9 അസസ്മെന്റ് ഇയർ ആണ്. കുഴപ്പമില്ലോ? യാ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അടുത്ത് സെക്ഷൻ 4. 1, 2, 3, now 4. സെക്ഷൻ 4 ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാക്കിയാൽ 4 ഇപ്പൊ 4 പ്രത്യേകിച്ച് ഒന്നും പഠിക്കണ്ട. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാം കൂടെ ഒരുമിച്ച് കൺസെപ്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഇതുവരെ പഠിച്ച എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ട് ടാക്സ് ആണ്. ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തിയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിനാണ് കണക്ക് നോക്കുന്നത്. അസസ്മെന്റ് ഇയറിലാണ് അതിന്റെ കണക്ക് കൊടുത്ത് ടാക്സ് എല്ലാം അടയ്ക്കേണ്ട. അസസ്മെന്റ് ഇയറിലാണ്. വ്യക്തിയുടെ പുറത്താണ് ഇത് അസസ് ചെയ്യുന്നത്. വ്യക്തി ഇൻകം കിട്ടിക്കഴിയുമ്പോൾ അയാളെ നമ്മൾ എന്തെന്ന് വിളിക്കും? വ്യക്തി എന്തായിട്ട് മാറും? അസസി ആയിട്ട് മാറും. പിന്നെ റേറ്റ് ഓഫ് ടാക്സ്, ഇൻകം ടാക്സിന്റെ റേറ്റ് ഇൻകം ടാക്സ് നിയമത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വർഷവും എന്ത് അവതരിപ്പിക്കും? ബഡ്ജറ്റ്. പിന്നെ പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഫൈനാൻസ് ആക്ട്. ആ ഫൈനാൻസ് ആക്ട്, ആനുവൽ ഫൈനാൻസ് ആക്ടിലാണ് റേറ്റ് ഓഫ് ടാക്സ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വർഷവും ഫൈനാൻസ് ആക്ട് ഉണ്ട്. 2023, 24, 25 എവരി ഇയർ. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ ആ ഫസ്റ്റ് ഇയറിൽ അവതരിപ്പിക്കുന്ന ഫൈനാൻസ് ആക്ട് ആയിരിക്കും ആ ഇയറിൽ ആപ്ലിക്കബിൾ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ? പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതാൻ പോണ എക്സാമിന് നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ? 24-25. അസസ്മെന്റ് ഇയർ 25-26. പ്രീവിയസ് ഇയർ 24-25. 2024 ഫൈനാൻസ് ആക്ട് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ 2024 ഫൈനാൻസ് ആക്ടിലെ റേറ്റ് ആണ് 24-25 ഫിനാൻഷ്യൽ ഇയറിൽ ആപ്ലിക്കബിൾ. അപ്പോ അടുത്ത വർഷം 25-26 ഫിനാൻഷ്യൽ ഇയറിൽ ഏത് റേറ്റ് ആയിരിക്കും? ഏത് ഫൈനാൻസ് ആക്ടിലെ റേറ്റ് ആയിരിക്കും 25-26 അപ്ലൈ ചെയ്യുക? ഫൈനാൻസ് ആക്ട് 2025. ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നിർമ്മല അമ്മച്ചി 2-3 മാസം അവതരിപ്പിച്ച അവതരിപ്പിച്ച ബഡ്ജറ്റ് അതിനകത്തുള്ള അതായിരിക്കും. പക്ഷെ അവരെയാണ് ഞാൻ പറഞ്ഞത് ഏത് നിയമം വരാൻ ചാൻസ് ഉണ്ടെന്ന്. പുതിയ ഇൻകം ടാക്സ് ബില്ല് റേറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്റെ റേറ്റ് ഓൾറെഡി പറഞ്ഞു. കുറച്ചൊരു അട്രാക്റ്റീവ് റേറ്റ് ആണ്. 4, 8, 12, 16, 20 അങ്ങനെ റേറ്റ് പോകുന്നത്. ലിമിറ്റ് മാറുന്നത് നല്ല കുറച്ചുകൂടെ റേറ്റ് ഓഫ് ടാക്സ് ഒക്കെ ഒരുപാട് കുറച്ചു. നല്ല അട്രാക്റ്റീവ് ആക്കി പുതിയ ബഡ്ജറ്റ്. പക്ഷെ നമുക്കത് പഠിക്കണ്ട. ബഡ്ജറ്റ് ഒക്കെ ഓൾറെഡി വന്നു. പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോൾ ഫൈനാൻസ് ആക്ട് ആവും. പക്ഷെ നമുക്കതില്ല. കാരണം നമ്മൾ പഠിക്കണ 24-25 ഫിനാൻഷ്യൽ ഇയർ. അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് 25-26 ഫിനാൻഷ്യൽ ഇയറിലാണ് ഈ പറഞ്ഞ 2025 ആപ്ലിക്കബിൾ ആവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഇൻകം ഏതൊക്കെയാ? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, IFOS. ഇൻകം ഏൺഡ് ബൈ എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, HUF, പാർട്ട്ണർഷിപ്പ് ഫേം, LLP, കമ്പനി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇൻകം, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGP, ക്യാപിറ്റൽ ഗെയിൻ, IFOS. സാലറി 15-17, ഹൗസ് പ്രോപ്പർട്ടി 22-27, PGP 28-44, ക്യാപിറ്റൽ ഗെയിൻ 45-55, IFOS 56-59. അപ്പൊ ഇൻകം ഏൺഡ് ബൈ എ പേഴ്സൺ 231 പേഴ്സൺ. അത് നമുക്കറിയാം പേഴ്സൺ ആരൊക്കെയെന്ന്. ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻകം ഏൺ ചെയ്യുന്ന എപ്പോഴത്തെ കണക്കാണ് നമ്മൾ നോക്കുന്നത്? പ്രീവിയസ് ഇയർ എന്താണെന്ന് നമുക്കറിയാലോ. സെക്ഷൻ 3 പഠിച്ചല്ലോ. 1 April to 31 March 12 മാസം. അപ്പൊ ഇൻകം ഏൺഡ് ബൈ എ പേഴ്സൺ ഇൻ ദ പ്രീവിയസ് ഇയർ ലയബിൾ ഫോർ അസസ്മെന്റ് ഇൻ ദ അസസ്മെന്റ് ഇയർ. പ്രീവിയസ് ഇയർ ഒരു വ്യക്തി ഏൺ ചെയ്ത് ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട എപ്പോഴാണ്? അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയർ ടാക്സ് കൊടുക്കുമ്പോൾ ഏത് റേറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്? ആനുവൽ ഫൈനാൻസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ്. കുഴപ്പമുണ്ടോ? നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞാൽ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ അഥവാ പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തി ഏൺ ചെയ്യുന്ന ഇൻകത്തിന് 2025-26 അസസ്മെന്റ് ഇയറിൽ കണക്ക് കൊടുത്ത് ടാക്സ് അടയ്ക്കണം. 2024 ഫൈനാൻസ് ആക്ട് ആയിരിക്കും റേറ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യുക.